ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിനെ കുറിച്ച്, ഇന്നത്തെ വിഷയത്തിനെ കുറിച്ചിട്ടും സ്മാർട്ട് ഇന്ത്യ ഫൗണ്ടേഷൻ ഒരുപാട് കാലങ്ങളായിട്ട് ഒരുപാട് നല്ല നല്ല പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ ഈ ടോപ്പിക് എന്ന് പറഞ്ഞാൽ തന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നങ്ങളിലൊന്നായ ഈ ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തെയും ആസക്തിയെയും കുറിച്ചുള്ള ഒരു അവബോധം വളർത്തുക എന്നുള്ളതാണ് ഈ 3 ദിവസങ്ങളിലായിട്ടാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ 3 ദിവസത്തെ നല്ലൊരു ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ളത് തന്നെയാണ് നമുക്ക് ഈ 3 ദിവസം ക്ലാസ് എടുക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചു. ഇന്നത്തെ നമ്മുടെ ഈ ടോപ്പിക് എന്ന് പറയുന്നത് ലഹരി വസ്തുക്കളുടെ ദുരുപയോഗവും ആസക്തിയും മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ശ്രീമതി സന്ധ്യ മാം ആണ്. മാം ഇവിടെ എറണാകുളം സഖി വൺ സ്റ്റോപ്പ് സെന്ററിലെ സൈക്കോളജിസ്റ്റും എറണാകുളം ഫാമിലി കോർട്ടിലെ അഡീഷണൽ കൗൺസിലറും കൂടിയാണ്. മാം ഞങ്ങളോടൊപ്പം ഉള്ളതിൽ ഞങ്ങൾക്കൊരു നല്ലൊരു ക്ലാസ് കിട്ടുന്നുള്ളത് നല്ലൊരു വിശ്വാസമുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് മാം. താങ്ക് യു മാം. മാമിനെ സ്മാർട്ട് ഇന്ത്യ ഫൗണ്ടേഷന് വേണ്ടിയിട്ട് ഞങ്ങൾ ഓരോരുത്തരുടെ പേരിലും ഒരുപാട് സ്നേഹത്തോടു കൂടിയിട്ട് സ്വാഗതം ചെയ്യുകയാണ്. മാമിന്റെ ക്ലാസ് ഞങ്ങൾക്ക് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് ആണെന്നുള്ളതിൽ ഒരു സംശയമില്ല. നമ്മുടെ ഈ ഒരു ക്ലാസ് നല്ലൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആക്കിയിട്ട് നമ്മൾ ഓരോരുത്തരും മാറ്റണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മള് നല്ലൊരു ഇന്ററാക്റ്റീവ് സെഷൻ തന്നെ ആവണം. നമുക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ സോഷ്യൽ വർക്കർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഒരുപാട് ആവശ്യമുള്ളൊരു സെഷൻ തന്നെയാണിത്. നമ്മൾ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നവരാണ്. നമുക്ക് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നല്ലൊരു ഡീപ് നോളജ് നമുക്ക് വേണം. നല്ലൊരു ക്ലാസ് ആയി നമുക്ക് മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സെഷൻ നമുക്ക് തുടങ്ങാം. Thank you. Thank you for the introduction and welcome. എന്നെ കുറച്ചു പേർക്കെങ്കിലൊക്കെ എന്നെ അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറിയാമോ ആർക്കെങ്കിലും എന്നെ? ഇവിടെ വന്നിട്ടുണ്ടോ? സഖിയില് വന്നിട്ടുണ്ടോ ആരെങ്കിലും? വന്നിട്ടുണ്ട്. ഓക്കെ. ഇങ്ങനെ ഒരു അവസരം തന്നതിന് എനിക്ക് സ്മാർട്ട് ഇന്ത്യ ഫൗണ്ടേഷനോട് ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ പലതവണയായിട്ട് സ്മാർട്ട് ഇന്ത്യ ഫൗണ്ടേഷന് വിവിധ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. പ്രോഗ്രാം അസോസിയേറ്റ് ചെയ്ത് നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത 2 ആഴ്ച മുൻപും സ്മാർട്ട് ഇന്ത്യ ഫൗണ്ടേഷന്റെ വോളണ്ടിയേഴ്സ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ അല്ലേ? ഹലോ, കേൾക്കാം. ഓക്കെ. ഞാനിപ്പോ ഓഫീസിലാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു നെറ്റ് കണക്ഷന്റെ ഒക്കെ കുറച്ച് പ്രോബ്ലം ഉണ്ടായതുകൊണ്ട് ഞാൻ എന്റെ ഫോണിൽ നിന്നാണ് കയറിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ക്ലാരിറ്റി ഉണ്ടോ എന്നുള്ളതൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പൊ നിങ്ങൾ പറയുവാണെങ്കിൽ ഞാൻ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? സ്റ്റാർട്ട് ചെയ്യാലോ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന അണ്ടർസ്റ്റാൻഡിങ് സബ്സ്റ്റൻസ് അബ്യൂസും അഡിക്ഷനും അതേ കുറിച്ചിട്ടൊക്കെയാണ്. അപ്പം അഡിക്ഷൻ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളത് ആദ്യം ഒന്ന് ചിന്തിക്കാം. പലതരം അഡിക്ഷനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഫോൺ അഡിക്ഷൻ ഉണ്ട്, ഇന്റർനെറ്റ് അഡിക്ഷൻ ഉണ്ട്, ഡ്രഗ് അഡിക്ഷൻ ഉണ്ട്. അപ്പൊ പലതരത്തിലുള്ള അഡിക്ഷൻ ഉണ്ട്. അപ്പോൾ എന്താണ് ഈ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്? നമ്മളൊരു വലിയൊരു ക്ലാസ് എന്നുള്ളതൊന്നും വിചാരിക്കേണ്ട, ഒരു ഇന്ററാക്റ്റീവ് സെഷനായിട്ട് തന്നെ ഇത് മുന്നോട്ട് പോവാം. എന്താണ് അഡിക്ഷൻ എന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്? സ്റ്റുഡൻസ് ആയിട്ടുള്ളവരുണ്ടല്ലോ അല്ലെ ഇതിനകത്ത്? ഓക്കെ. അപ്പൊ എന്താണ് അഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ മാം നമ്മളല്ലേ ഇപ്പോഴത്തെ സമൂഹത്തിൽ എന്ന് പറഞ്ഞാൽ തന്നെ സ്കൂള് തലത്തിൽ ചെറിയ മക്കള് മുതല് ഈ ഡ്രഗ്സിന്റെ ഭയങ്കരമായിട്ട് കൂടി വരുന്നുണ്ട്. സ്കൂൾ തലത്തിലാണെങ്കിലും നമ്മൾ ഒരുപാട് കൗൺസിലിംഗ് ഒക്കെ കൊടുത്താലും ഒരു പരിധി വരെയാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അറിയാതെ തന്നെ ഒരുപാട് ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഡ്രഗ്സ് ലഹരി വസ്തുക്കള് അതിനേക്കാൾ ഉപരി പല ഐറ്റംസും ആയിട്ട് ഇപ്പൊ നമ്മുടെ ഇവിടെ നല്ലോണം കിട്ടുന്നുണ്ട്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ പറയാനായിട്ട്? മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? അതായത് നമുക്ക് സ്വയം നിയന്ത്രിക്കാൻ പറ്റാതെ
അവസ്ഥയിലേക്ക് ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഉൾപ്പെട്ടു പോകുന്നതാണെന്ന് തോന്നുന്നു ഈ അഡിക്ഷൻ എന്ന് പറയാ. ഐ എം നോട്ട് ഏബിൾ ടു അതെ. കൺട്രോൾ ഇമ്പൾസ് ഓഫ് യൂസിങ് ദ ഓർ seeing, and I'm just I become a slave of my impulses, behaviors, or substance, or whatever is that I'm not controlled, but the thing that controls me. ഓക്കെ. അപ്പം അതാണ് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞതൊക്കെ കറക്റ്റ് തന്നെയാണ്. അപ്പൊ അതൊരു കമ്പൾസീവ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ്. ഒരു എന്തിനോടാണോ അഡിക്ഷൻ ഉള്ളത് അത് സീക്ക് ചെയ്യാനായിട്ടുള്ള ഒരു കമ്പൾസീവ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ്. അതിനകത്ത് ഒരു ഇന്റൻസ് ക്രേവിങ് ഉണ്ടാകും. ഇതൊക്കെയാണ് അഡിക്ഷൻ എന്ന് പറയാവുന്നത്. അപ്പം അഡിക്ഷൻ എന്ന് പറയുന്നത് ഡ്രഗ്സിനോട് മാത്രമല്ല, രണ്ട് തരത്തിലുള്ള അഡിക്ഷനെ നമുക്ക് പറയാം. ഒന്ന് ബിഹേവിയറൽ അഡിക്ഷൻ ആണ്, രണ്ട് ഡ്രഗ് അഡിക്ഷൻ ആണ്. സബ്സ്റ്റൻസ് അബ്യൂസ് ഡിസോർഡർ എന്ന് പറയുന്ന പോലെ ഡ്രഗ് അഡിക്ഷൻ ആണ്. അപ്പം അഡിക്ഷൻ രണ്ടായിട്ട് നമുക്ക് തിരിക്കാം, ബിഹേവിയറൽ അഡിക്ഷനും ഡ്രഗ് അഡിക്ഷനും. അപ്പൊ ബിഹേവിയറൽ അഡിക്ഷനിലാണ് ഈ ഗെയിം അഡിക്ഷൻ, ഇന്റർനെറ്റ് അഡിക്ഷൻ, മറ്റ് സോഷ്യൽ മീഡിയ അഡിക്ഷൻസ്, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് ബിഹേവിയറൽ അഡിക്ഷൻസിൽ കൂടിയാണ്. അഡിക്ഷൻ എന്തിനോടും ആവാം. ഇപ്പം ഇന്റർനെറ്റിനോടും ആവാം, ചില വസ്തുക്കളോട് അഡിക്ഷൻ ആകാം, ചിലർക്ക് ഫുഡിനോടായിരിക്കും അഡിക്ഷൻ ഉണ്ടാവാം, ചിലർക്ക് വീഡിയോ വാച്ചിങ് ആയിരിക്കും അഡിക്ഷൻ ഉണ്ടാവാം, ചിലർക്ക് ചില പെർട്ടിക്കുലർ സബ്സ്റ്റൻസുകളായിരിക്കും അഡിക്ഷൻ ഉണ്ടാവാം. അപ്പം അവിടെയൊക്കെ ഒരു സ്ഥിരമായിട്ട് അത് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു ക്രേവിങ് ഉണ്ടാവുക, ഒരു എന്താണ് അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഉണ്ടാവുക. അതാണ് കമ്പൾസീവ് ബിഹേവിയർ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ കമ്പൾസീവ് ബിഹേവിയർ ഉണ്ടാകുമ്പോൾ അതൊരു ക്രേവിംഗ് ആയിട്ട് മാറും, അതിനോടൊരു ഡിപ്പെൻഡൻസി ക്രിയേറ്റ് ചെയ്യും. ക്രമേണ ആ വ്യക്തിക്ക് അതില്ലാതെ ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ള അത് റിലേഷൻഷിപ്സിലും വർക്കിലും ഹെൽത്തിലും ഒക്കെ അതിന്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാകുകയൊക്കെ ചെയ്യുന്നു. അപ്പൊ ഇതിനെയാണ് നമ്മൾ അഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഡ്രഗ് അഡിക്ഷനെ കുറിച്ചിട്ടാണ്. അപ്പം ഇപ്പൊ നമ്മൾ ധാരാളമായിട്ടുള്ള ഒരു ഡ്രഗ് അവയർനെസ് ക്യാമ്പയിൻ ഒക്കെ ഇപ്പൊ നടക്കുന്നുണ്ട്. NGOസിന്റെ ഭാഗത്തു നിന്നായാലും പോലീസിന്റെ ഭാഗത്തു നിന്നായാലും മറ്റ് ഓർഗനൈസേഷൻസിന്റെ ഭാഗത്തു നിന്നായാലും ഒക്കെ ഒരുപാട് ഡ്രഗ്സ് അവയർനെസ് ക്യാമ്പയിൻ ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ അപ്പം അത് നടക്കുന്നുണ്ട്. അപ്പം അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ നമുക്ക് നോക്കാം, റീസെന്റ് ആയിട്ടുള്ള ചില ട്രെൻഡ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകുന്ന വയലൻസുകൾ അത് ഡ്രഗ് അഡിക്ഷനുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആണ്. നമ്മൾ ഫാമിലിയിൽ ഉണ്ടാകുന്ന വയലൻസുകൾ, ക്രൈം റേറ്റുകൾ വളരെയധികം കൂടുന്നു. ഇതെല്ലാം തന്നെ ഡ്രഗ് അഡിക്ഷനായിട്ട് റിലേറ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പം കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ പത്രങ്ങളിലൂടെയൊക്കെ നമ്മൾക്ക് റീസെന്റ് ആയിട്ടുള്ള ചില മേർഡേഴ്സ് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല്, ഇപ്പം കോഴിക്കോട് ഒരു എന്താണ് ഭാര്യയെ ഭർത്താവ് കുത്തിക്കൊലപ്പെടുത്തി, അതിനകത്ത് ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. അതിനുശേഷം വേറൊരാള് അയാളുടെ സുഹൃത്തായിട്ടുള്ള ഒരാളും സെയിം ആയിട്ടുള്ള ഒരു ക്രൈം ചെയ്തു. നമ്മള് മറ്റ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന പല കൊലപാതകങ്ങളിലും ഒക്കെ നോക്കുമ്പോൾ ഡ്രഗ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കണക്ഷൻ ഫാക്ടറായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. നമ്മളിപ്പോ നോക്കിയാല് ഇപ്പം ഈ ഒരു 2022 മുതൽ 24 വരെ ഉള്ള ഒരു സർവേയിനകത്ത് പറഞ്ഞിട്ടുള്ളത്, ഡ്രഗ് NDPS ആക്ട് പ്രകാരം കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ക്രൈംസിന്റെ കേസുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2022 26,918 ആയിരുന്നു എങ്കിൽ അത് 2023 ആയപ്പോൾ 30,000 മേലെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു അവയർനെസിന്റെ ഭാഗമായിട്ട് 24 അത് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് 2025 വീണ്ടും റൈസ് ചെയ്യാനായിട്ടുള്ള സാധ്യതകളാണ് ഏറെ ഉള്ളത്. അപ്പം ഒരു 2020 ശേഷം, ഒരു കോവിഡ് പാൻഡമിക്കിന് ശേഷം തന്നെ സബ്സ്റ്റൻസ് അബ്യൂസിന്റെ ഒരു വളരെയധികം ആയിട്ടുള്ള ഇൻക്രീസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുൻകാലങ്ങളിലൊക്കെ ഒരു 20 വയസ്സിനോ 25 വയസ്സിനോ ഒക്കെ ശേഷമായിരുന്നു ഡ്രഗ്സ് ഒക്കെ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് അത് വളരെ താഴ്ന്ന ഒരു ഏജിലേക്ക് വന്നിട്ടുണ്ട്. ഒരു ഫസ്റ്റ് ഇൻടേക്ക് ഓഫ് ഏജ് എന്ന് പറയുന്നത് തന്നെ 10 വയസ്സിന് താഴേയിലേക്ക് വന്നു എന്നിട്ടുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന കണക്കുകളൊക്കെ പറയുന്നത്.
അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ അവയർനെസ് എല്ലാം ഇത്രയും സ്ട്രോങ് ആയിട്ടും ശക്തമായിട്ടും ഒക്കെ മുന്നോട്ട് പോയി. അതുപോലെ ഇപ്പം സർവേസിലും അതെല്ലാം പഠനങ്ങളിലൊക്കെ പറയുന്നത് കേരളം ഒരു ഹെറോയിന്റെ ഒക്കെ ഒരു ക്യാപിറ്റലായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു, ഒരു ഡ്രഗ് കൺസപ്ഷന്റെ ഒരു ഹബ്ബായിട്ട് കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. യൂത്ത് എന്ന് പറയുന്നത് ഡ്രഗ്സിന് കൂടുതൽ അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കുട്ടികളുടെ ഇടയിൽ ഡ്രഗ്സിന്റെ യൂസേജ് വളരെയധികം കൂടുന്നു. ട്രാഫിക്കിംഗ്, ലഹരിയുടെ വിപണനവും കടത്തും ഒക്കെ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്നു. കോസ്റ്റൽ ഏരിയാസ് വഴിയിട്ട് ഡ്രഗ് ട്രാഫിക്കിംഗ് വളരെയധികം കൂടുന്നു. അപ്പൊ ഇതെല്ലാം തന്നെ നമുക്ക് അവിശ്വസനീയമായിട്ടുള്ള രീതിയിലേക്കാണ് നമ്മളുടെ സാമൂഹികമായിട്ടുള്ള മാറിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഡ്രഗ്സിന്റെ ഒരു അവയർനെസ് ഇത്രയധികം പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്യുന്നത്. അപ്പം ഇതാണ് നമ്മളുടെ ഒരു പ്രസന്റ് ആയിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മുടെ ഈ ഒരു വിഷയത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. 2023 NMBA, അതായത് നശാമുക്ത ഭാരത് അഭിയാൻ എന്ന് പറഞ്ഞിട്ട് ഡ്രഗ് പ്രിവെൻഷന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു പ്രോജക്റ്റ് ആണ് അത്, നശാമുക്ത ഭാരത് അഭിയാൻ. അപ്പൊ അവർ നടത്തിയ ഒരു സർവേയിനകത്ത് ഹോട്ട്സ്പോട്ടുകൾ, അതായത് ഏറ്റവും കൂടുതൽ ഡ്രഗ്സിന്റെ കൺസപ്ഷനും സെല്ലിംഗ് ഒക്കെ നടക്കുന്ന ഏരിയാസിനെ അവർ ഹോട്ട്സ്പോട്ട് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് 2300ഓളം ഹോട്ട്സ്പോട്ടുകൾ തന്നെ എറണാകുളം ജില്ലയിൽ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. എറണാകുളം ജില്ലയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡ്രഗ്സിന്റെ ഉപയോഗവും വിപണനവും ഒക്കെ നടക്കുന്നത്, ഏറ്റവും അധികം. അപ്പൊ എറണാകുളം ജില്ലയിൽ തന്നെ 2300ഓളം ഹോട്ട്സ്പോട്ടുകളെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഹോട്ട്സ്പോട്ടുകളെല്ലാം തന്നെയാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് അവയർനെസ്സുകളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നതൊക്കെ. അപ്പം ഇതൊക്കെയാണ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പം എങ്ങനെയാണ് നമുക്ക് ഡ്രഗ്സ് അഡിക്ഷനിലേക്ക്, ഈ ഒരു ഫസ്റ്റ് ഇൻടേക്ക് അഡിക്ഷനിലേക്ക് ലീഡ് ചെയ്യുന്നത് എന്ന് നോക്കാം. നമ്മൾ പലപ്പോഴും കുട്ടികളായിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവര് എന്തുകൊണ്ടാണ് ഈ അഡിക്ഷനിലേക്ക് പോകുന്നതെന്നുള്ളത് നമ്മൾ സംസാരിക്കുമ്പോൾ പലരും പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലര് അത് ഒരു ഫ്രണ്ട്സിന്റെ ഒരു പ്രഷർ കൊണ്ട് ഉപയോഗിക്കുന്നതാണ്, ചിലർക്ക് എക്കണോമിക് ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, ചിലര് വെറും ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് യൂത്തിന്റെ ഇടയിലാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ഡ്രഗ് അഡിക്ഷനെ കാണാനായിട്ട് സാധിക്കുന്നത്. ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും മെജോറിറ്റി ആയിട്ട് അത് ഏറ്റവും ഫസ്റ്റ് ഇൻടേക്ക് നടക്കുന്നത് എപ്പോഴും അഡോളസന്റ് ഏജിനകത്താണ്. അപ്പൊ കുട്ടികളെയാണ് കൂടുതലായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഇനീഷ്യൽ ഇൻടേക്കിന്റെ ഒരു ഏജ് എന്ന് പറയുന്നത് 10 വയസ്സിന് താഴേക്ക് വന്നിട്ടുള്ളതൊക്കെ. അപ്പം കുട്ടികളെ ടാർഗറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അഡോളസന്റ് ഏജ് എന്ന് പറയുന്നത് ഒരു വളരെ റിസ്കി ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പം അഡോളസന്റ് ഏജിൽ തന്നെ കുട്ടികൾക്ക് പലതരത്തിലുള്ള ചലഞ്ചസ് ഒക്കെ ഉണ്ടാവുന്നു, ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ടാവുന്നു, ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവുന്നു, പാരന്റ്സിൽ നിന്നൊരു ഡിസ്റ്റൻസ് ഉണ്ടാവുന്നു, ഫ്രണ്ട്സിന് കൂടുതലായിട്ടുള്ള ഇൻഫ്ലുവൻസ് വരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അഡോളസന്റ് ഏജിനെ ടാർഗറ്റ് ചെയ്യാനായിട്ടും അവരെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ടും ഈ ഡ്രഗ് മാഫിയയ്ക്ക് വളരെ എളുപ്പമാണ്. അപ്പൊ പ്രത്യേകിച്ച് ചില ഗ്രൂപ്പിലുള്ള ചില ആളുകൾക്ക് ഒരു വൾണറബിലിറ്റി കൂടുതലാണ് ഡ്രഗ്സ് ഉപയോഗിക്കാനായിട്ടുള്ള. അതിൽ ഒന്നാമത്തെ ഒരു വൾണറബിൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അഡോളസന്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് തന്നെയാണ്. അപ്പം അതിൽ പ്രധാനം എന്ന് പറയുന്നത് അഡോളസന്റ് ചാലഞ്ചസ് തന്നെയാണ്, അഡോളസന്റ് ഏജിലുള്ള ചാലഞ്ചസ് തന്നെയാണ്. ഞാൻ നേരത്തെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ചില പെക്യൂലിയാരിറ്റീസും ഉള്ളത് കൊണ്ട് തന്നെയാണ് അവർക്ക് ഇത്തരം കാര്യങ്ങളിലേക്ക് അവർ ഇൻട്രസ്റ്റഡ് ആയി പോകുന്നത്. അപ്പൊ അവർക്ക് ഒരു അഡോളസന്റ് ഏജിൽ ഡിസ്റ്റൻസിങ് ഫ്രം പാരന്റ്സ് ഉണ്ടാവുന്നു, കൂട്ടുകാർക്ക് കൂടുതൽ പ്രാധാന്യം വരുന്നു. അപ്പൊ ആ ഗ്രൂപ്പിൽ ഒരു കൂട്ടുകാരെ പിണക്കാതിരിക്കാൻ വേണ്ടി കൂട്ടുകാർ പറയുമ്പോൾ ഒരു നോ പറയാൻ പറ്റാതെ വരുമ്പോ അവർക്ക് അത് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നു. ചിലപ്പം ഫാമിലി പ്രോബ്ലംസ് ഉള്ള കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ, വീട്ടിലെ അച്ഛനും അമ്മയും വഴക്ക്, പ്രശ്നങ്ങൾ, സെപ്പറേഷൻ, ഒരു ഡിസ്ഫങ്ഷണൽ ഫാമിലി, ബ്രേക്കപ്സ്, ഇതൊക്കെ ഉണ്ടാവുന്ന ഒരു ഫാമിലിയിലാണെങ്കിൽ കുട്ടികൾ കൂടുതൽ ഔട്ട്സൈഡിൽ നിന്ന് ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഫീൽ ഗുഡ് അല്ലെങ്കിൽ ഒരു ഫീൽ ഒരു സേഫ് അല്ലെങ്കിൽ സെക്യൂർ എന്നുള്ള ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ അവര് അങ്ങനെ ഒരു ടെൻഡൻസിയിലേക്ക് പോകുന്നു. ചില കുട്ടികളുടെ അതിനകത്താണെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ഉണ്ടാകും. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഒരു ജനറ്റിക് ഫാക്ടേഴ്സ്, ഫാമിലി ഹിസ്റ്ററി ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഫാമിലി ഹിസ്റ്ററി ഓഫ് അഡിക്ഷൻ ഉണ്ടെങ്കിൽ
ചാൻസസ് ഫോർ നെക്സ്റ്റ് ജനറേഷനും അവിടെ ഒരു ചാൻസസ് ഉണ്ട്, അഡിക്റ്റ് ആവാനായിട്ടുള്ള ഒരു ചാൻസസ് ഉണ്ട്. നമ്മളിപ്പോ കണ്ടുവരുന്നത് ചിലപ്പം ഒരു ഫാമിലിയിൽ ഹസ്ബൻഡും വൈഫും കുട്ടികളും ഒന്നിച്ചിരുന്ന് മദ്യപിക്കുന്ന കാഴ്ചകളൊക്കെ ഇപ്പൊ പതിവാണ്. കുട്ടികളോട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ആൽക്കഹോളിസം എന്ന് പറയുന്ന, ആൽക്കഹോൾ അബ്യൂസ് എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമുള്ള കാര്യമായിട്ട് നമുക്ക് ഇന്നത്തെ ജനറേഷനിൽ കാണുന്നില്ല. നമ്മളിപ്പോ ഡ്രഗ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന കാര്യങ്ങളാണ് സിഗരറ്റ് സ്മോക്കിങ്ങും ആൽക്കഹോൾ ഇൻടേക്കും ഒക്കെ നമ്മൾ മറന്നു പോകുന്ന കാര്യങ്ങളാണ്. നമ്മൾ വലിയ വലിയ ഹൈടെക് ആയിട്ടുള്ള ഡ്രഗ്സിനെ കുറിച്ച് സംസാരിക്കുന്നു, MDMA-യും ഹെറോയിനും അതിന് ഹാഷിഷിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള എന്താ ആൽക്കഹോളിനെ കുറിച്ചും സ്മോക്കിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ വിട്ടുപോവാണ്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ അതൊക്കെ നമ്മൾ അതിനെ നോർമലൈസ് ചെയ്യാണ് ചെയ്യുന്നത്, ഇത്തരം ബിഹേവിയറിനെയൊക്കെ നോർമലൈസ് ചെയ്യാണ്. അപ്പം ഒരു ഫാമിലിയിലെ ആൽക്കഹോൾ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതൊരു നോർമൽ ബിഹേവിയർ ആയിട്ട് മാറുകയാണ്. അച്ഛൻ അല്ലെങ്കിൽ അമ്മ കുടിക്കുന്ന ആൾക്കാരാണെന്ന് പറയുമ്പോൾ അതൊരു നോർമൽ ബിഹേവിയർ ആണ്. അപ്പൊ അവരൊരു ഗ്യാതറിംഗ് വരുമ്പോൾ, ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ വരുമ്പോഴത്തേക്കും അവിടെ ഇത് ഒക്കെ സെർവ് ചെയ്യുന്നതൊക്കെ ഒരു നോർമൽ ഒരു ചര്യയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അഡിക്ഷൻ എന്ന് പറയുമ്പോൾ ഡ്രഗ്സ് ആണ്, അല്ലെ MDMA ആണ്. ഇതാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു ചിന്ത. മറ്റതെല്ലാം വളരെ നോർമൽ ബിഹേവിയർ ആണെന്നുള്ളതാണ്. അപ്പൊ ഒരു നോക്കിയാല് ഫാമിലിയില് അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ മറ്റ് സിബ്ലിങ്സോ ഒക്കെ ഇതൊരു നോർമലൈസ് ചെയ്യുന്ന ഒരു ബിഹേവിയർ ആയിട്ട് മാറുമ്പോൾ അവർക്കൊരു പുതിയ ഒരു ഡ്രഗ് എടുക്കുന്നതോ അല്ലെങ്കിൽ അവര് ഭാവിയിൽ അവര് അടുത്ത ജനറേഷൻ അത് ഉപയോഗിക്കാനും കോപ്പി ചെയ്യാനോ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ്. കുട്ടികളെ സംബന്ധിച്ച് കോപ്പിങ് ബിഹേവിയർ വളരെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് ഇത്തരം പെരുമാറ്റങ്ങൾ, പാരന്റ്സിന്റെ മുതിർന്ന ആൾക്കാരുടെ പെരുമാറ്റങ്ങൾ കോപ്പി ചെയ്യും. അത് അടുത്ത ജനറേഷനിലേക്ക് കൂടുതൽ വരാനായിട്ടുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ്. നെക്സ്റ്റ് വരുന്നത് ഒരു വൾനറബിൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ലോ ഇക്കണോമിക്സ് സ്റ്റേറ്റസിലുള്ള ആൾക്കാരാണ്. അപ്പം എന്താ അവർക്ക് പൈസ ആവശ്യമാണ്. വീട്ടില് വളർന്നു വരുന്ന സമയത്ത് മറ്റുള്ളവരെ പോലെ ജീവിക്കാനായിട്ട് പൈസയില്ല, അവരെ പോലെ നന്നായിട്ട് ഡ്രസ്സ് ചെയ്യാൻ പൈസയില്ല, ഭക്ഷണം കഴിക്കാൻ പൈസയില്ല, നല്ല ഫോൺ ചിലപ്പോൾ നല്ല ഫീച്ചേഴ്സ് ഉള്ള ഫോൺ ചിലപ്പോൾ വേണമെന്നുണ്ടാവും, അതൊന്നും വാങ്ങിക്കാൻ പൈസയില്ല. അപ്പൊ ഈസി ആയിട്ടുള്ള ഒരു സോഴ്സ് ആണ്, പൈസ കിട്ടാനായിട്ടുള്ള ഒരു സോഴ്സ് ആണ് ഇത് കാരിയേഴ്സ് ആയിട്ട് മാറുക എന്നുള്ളത്. അപ്പൊ കുട്ടികൾ അങ്ങനത്തെ ഒരു ഇതിനകത്തേക്ക് അവർ മാറുന്നു. ഈസി ആയിട്ട് മണി കിട്ടുമ്പോൾ അവരതിന് അത് എൻജോയ് ചെയ്യുന്നു. അവരുടേതായിട്ടുള്ള ഒരു ലക്സറി ലൈഫ് ലീഡ് ചെയ്യാനായിട്ട് അവർക്ക് ഒരു ടെൻഡൻസി ഉണ്ടാവുന്നു. അപ്പം അതും ഒരു വൾനറബിൾ ഗ്രൂപ്പാണ്, ഒരു ലോ സ്റ്റേറ്റ് സോഷ്യോ എക്കണോമിക് സ്റ്റേറ്റസിലുള്ള ആളുകൾ. പിന്നെ ഒരു എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, ഇപ്പൊ ചില ഒരു കമ്മ്യൂണിറ്റിയിൽ കൂടുതലായിട്ട് അഡിക്ഷനും ഒരു സബ്സ്റ്റൻസ് അബ്യൂസ് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആണെന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന നെക്സ്റ്റ് ജനറേഷൻ ആളുകളും അത് ഇമിറ്റേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അവരും ഭാവിയിൽ ഇതേ ഒരു ടെൻഡൻസി പിന്തുടരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഒരു പാറ്റേൺ ബിഹേവിയർ നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റും. ഇപ്പം ഒരു വയലൻസ് ഉള്ള ഒരു ഫാമിലിയിലാണെങ്കിൽ ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യാനായിട്ട് നെക്സ്റ്റ് ജനറേഷനിലുള്ള ആൾക്കാർക്കും അതിനകത്തൊരു ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ ഒരു അടുത്ത ഒരു പറയുന്നതാണ് ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ചില കമ്മ്യൂണിറ്റികളിൽ ഇത്തരത്തിലുള്ള ഒരു ടെൻഡൻസീസ് വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. പിന്നെ വൾനറബിൾ ഗ്രൂപ്പ് പറയുന്നത് ചില പേഴ്സണാലിറ്റീസ് ഉള്ള ആൾക്കാർ, ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റീസ് ഉള്ളവർ. ഇപ്പൊ ചില ആൾക്കാർക്ക് ചെറുപ്പം മുതലേ തന്നെ ഒരു റിബലായിട്ട് വളർന്നു വരുന്ന ഒരാളാണെങ്കിൽ എപ്പോഴും ഒരു സൊസൈറ്റി നോംസിനെ ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസീസ് കാണിക്കുന്ന ആൾക്കാരുടെ അഡിക്റ്റഡ് ആവാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. എപ്പോഴും അവരൊരു ഒരു ഹീറോയിസം ഇമേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ചിലപ്പോൾ അഡിക്ഷനിലേക്ക് തിരിയാം. അപ്പൊ ചില പേഴ്സണാലിറ്റീസ് ഡെലിംഗ്വൻസി ഉള്ള ചില പേഴ്സണാലിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സോഷ്യൽ നോംസിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു ടെൻഡൻസീസ് കുട്ടികളിലോ യൂത്തിലൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഒരു അഡിക്റ്റ് ആവാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കണ്ടക്ട് ഡിസോർഡേഴ്സ് ഉള്ള കുട്ടികൾ, ബിഹേവിയർ പ്രോബ്ലംസ് ഉള്ള കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരും ഒരു ചാൻസസ് അവർക്ക് കൂടുതലാണ്. ഇപ്പൊ അവരെല്ലാവരും അങ്ങനെ ആയി മാറുന്നല്ല, പക്ഷെ there are increased chance for becoming an addict എന്നുള്ളതാണ്.
ചില കുട്ടികളുടെ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ അവരെപ്പോഴും ഒരു അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. എപ്പോഴും ഹൈപ്പർ ആക്ടിവിറ്റി ആകുമ്പോൾ നോർമലി തന്നെ എല്ലാവർക്കും ഒരു ഡിസ്റ്റർബൻസ് ആണ്. അപ്പം വീട്ടിലായാലും സ്കൂളിലായാലും ഒക്കെ ആ ഒരു ബിഹേവിയർ ഡിസ്റ്റർബൻസ് ആകുമ്പോൾ ആ കുട്ടി ചിലപ്പം ഒരു ലെഫ്റ്റ് ഔട്ട് ആകും ആ ഒരു ഗ്രൂപ്പിൽ നിന്ന്. പലപ്പോഴും ഒരു സർക്കാസ്റ്റിക് കമന്റ്സ് ഒക്കെ അവനുണ്ടാവും. അപ്പൊ ചിലപ്പോൾ പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പലപ്പോഴും കുട്ടികളിൽ നിന്ന് കളിയാക്കലും ക്ലാസ്സുകളൊക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും അവൻ ഒരു ഗ്രൂപ്പിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ബിലോങ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഗ്രൂപ്പിന്റെ നോംസ് അനുസരിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ ചിലപ്പോൾ അവൻ എത്തിപ്പെടുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇതേപോലത്തെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലേക്കായിരിക്കും. അപ്പൊ ആ ഗ്രൂപ്പിലേക്ക് അവൻ എത്തിപ്പെടുമ്പോൾ അവനോ അവളോ എത്തിപ്പെട്ട് കഴിഞ്ഞ് ആ ഗ്രൂപ്പിന്റെ നോംസ് അനുസരിച്ച് ചിലപ്പോൾ അവനും അതനുസരിച്ച് പ്രവർത്തിക്കാനായിട്ടുള്ള ടെൻഡൻസീസ് കൂടും. അവിടെ ഒരു നോ പറയാനായിട്ട് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. അപ്പം ഒരു ഹൈപ്പർ ആക്റ്റീവ് ബിഹേവിയർ ഉള്ള ഒരു കുട്ടി ഒരു ചാൻസസ് കൂടുതലാണ് അഡിക്റ്റ് ആകാനായിട്ടുള്ള ഒരു സാധ്യത, സബ്സ്റ്റൻസ് അബ്യൂസിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ചില മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പം കുട്ടികളുടെ ഇടയിൽ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ടേംസ് ആണ് ആങ്സൈറ്റി, ഡിപ്രഷൻ, ലോൺലിനെസ് എന്നൊക്കെ പറയുന്നതൊക്കെ, സ്ട്രെസ് എന്നൊക്കെ പറയുന്നത്. ആക്ച്വലി എന്താണ് ഡിപ്രഷൻ എന്ന് ഇവർക്ക് അറിയുന്നുണ്ടാവില്ല. പക്ഷെ കോമൺ ആയിട്ട് നമ്മൾ അഡോളസെന്റ് ഏജിലുള്ള കുട്ടികളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഉടനെ പറയുന്ന ടേംസ് ആണ് ഇതൊക്കെ. ആൻസൈറ്റി ഉണ്ട്, ഡിപ്രഷൻ ഉണ്ട് എന്നുള്ളതൊക്കെ. ചെറിയ രീതിയിലുള്ള ചെറിയ ടെൻഷനൊക്കെ ആയിരിക്കും. ചിലപ്പോൾ വീട്ടിലുണ്ടാവുന്ന സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് അവരിൽ ഒരു ചെറിയതായിട്ടൊരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാകാം. അല്ലെങ്കിൽ പരീക്ഷയിൽ ഒരു ഫെയിലർ ഉണ്ടാവും, അവർക്ക് ഫിയർ ഓഫ് റിജക്ഷൻ കൊണ്ട് അവർക്ക് ഒരു ചെറിയ ടെൻഷൻ ഉണ്ടാകാം. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം റിലേഷൻഷിപ്സിൽ ഉണ്ടാവുന്ന കോൺഫ്ലിക്റ്റ് കൊണ്ട് ചെറിയ സ്ട്രെസ് ഉണ്ടാവാം. ഇതൊക്കെയാണ് അവർ ഡിപ്രഷനായിട്ടും ലോൺലിനെസ് ആയിട്ടും ആൻസൈറ്റി ആയിട്ടും ഒക്കെ ചിത്രീകരിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഒരു രക്ഷപ്പെടലായിട്ട് ചില കുട്ടികളെങ്കിലും സബ്സ്റ്റൻസ് അബ്യൂസിലേക്ക് പോവാറുണ്ട്. അപ്പം ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഒരു കുറച്ച് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു വൾണറബിൾ ഗ്രൂപ്പാണ്. അവർക്ക് ഒരു ചാൻസസ് കൂടുതലാണ്, ഡ്രഗ്സ് യൂസ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പൊ ഇതിനെ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പിനെ നമ്മളെപ്പോഴും നമ്മളിലുണ്ടോ എന്നുള്ളതും, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിലുണ്ടോ, അല്ലെങ്കിൽ നമ്മളുടെ കമ്മ്യൂണിറ്റിയിലുണ്ടോ എന്നുള്ളതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവരൊക്കെ ഡ്രഗ്സിലേക്ക് അബ്യൂസിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതകൾ ഏറെയുള്ള ആളുകളാണ് നമ്മൾ വൾണറബിൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അഡിക്ഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കും, ഫ്രണ്ട്സിന്റെ ഇൻഫ്ലുവൻസിന് വേണ്ടിയിട്ടായിരിക്കും, ആ ഒരു ഗ്രൂപ്പിൽ ബിലോങ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെ ഒരു ഫീൽ ഗുഡ് ഒരു ഫീലിംഗ് കിട്ടാൻ വേണ്ടി, കുറച്ചൊരു കൊള്ളാം ഒരു നല്ല ഫീല് കിട്ടാൻ വേണ്ടിയിട്ട്, ചിലപ്പോൾ ഒരു മൂഡ് ഓഫ് മാറാൻ വേണ്ടിയിട്ടായിരിക്കും. അതല്ലേ ഈ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഗ്രൂപ്പിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിനകത്തൊക്കെ ആയിരിക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അവരൊരു അഡിക്ഷനിലേക്ക് നയിക്കപ്പെടുന്നത്. ഇനി അഡിക്ഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിലേക്ക് എത്തിച്ചേരുമ്പോൾ ഒരു ഫസ്റ്റ് ഇൻടേക്കിലായിരിക്കും അവര് ഒരു ഇത് വരുന്നത്. ഫസ്റ്റ് ഇൻടേക്ക് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ഫ്രണ്ട്സിന്റെ ഇൻഫ്ലുവൻസ് ആയിരിക്കും, ക്യൂരിയോസിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഫംഗ്ഷനിൽ ആദ്യമായിട്ട് ഒരു ഇതുണ്ടാകുമ്പോൾ ഉപയോഗിക്കുന്നതായിരിക്കാം. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും ഒരു റെഗുലർ യൂസിലേക്ക് അത് വരാൻ തുടങ്ങും. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ സോഷ്യൽ ഇവന്റ്സ് കൂടുതലായിട്ട് വരുന്നു, അപ്പൊ അവിടെ ഉണ്ടാകുന്നു. ഇതെല്ലാം നമ്മൾ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറുമ്പോൾ അത് റെഗുലർ യൂസിലേക്ക് വരുന്നു. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഉപയോഗിച്ചു, അപ്പൊ വീണ്ടും നമുക്ക് നോ പറയാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് വീണ്ടും ഫ്രണ്ട്സ് ഉപയോഗിക്കുമ്പോഴത്തേക്കും അത് തടയാൻ പറ്റുന്നില്ല, നോ പറയാൻ പറ്റുന്നില്ല. അപ്പൊ വീണ്ടും റെഗുലർ ആയിട്ട് അത് ഉപയോഗിക്കാൻ തുടങ്ങുന്നത് ഫ്രീക്വൻസി, അതിന്റെ ഉപയോഗിക്കുന്നതിന്റെ ഫ്രീക്വൻസിയും ക്വാണ്ടിറ്റിയും ഒക്കെ കൂടാനായിട്ട് തുടങ്ങുന്നു. അപ്പം അത് ചില ആളുകൾക്കെങ്കിലും ചിലപ്പം അതിനോടൊരു ടോളറൻസ് ഉണ്ടാകും. കുറച്ച് ദിവസം കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ അവർക്ക് തോന്നും എന്താ ഇത് വേറെ കുഴപ്പമൊന്നുമില്ല, ഇത് കഴിച്ചാലും 2-3 പ്രാവശ്യം ഉപയോഗിച്ചു, പക്ഷെ എനിക്ക് അതിനകത്ത് എന്താണ് അബ്സ്റ്റൈൻ ചെയ്ത് നിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാവുമ്പോൾ കുഴപ്പമൊന്നുമില്ല, എനിക്ക് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല എന്നുള്ളത് വരും. അപ്പൊ വീണ്ടും ആ യൂസ് കുറച്ചും കൂടി കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു ഡിപ്പെൻഡൻസ് അതിനകത്ത് വരും, അതില്ലാതെ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പൊ ആദ്യത്തെ ഇൻടേക്കിനകത്ത് ഒരുപക്ഷെ വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ആദ്യത്തെ ഇൻടേക്കിൽ നമ്മളുടെ
ചില ചിലർക്ക് ചിലപ്പോൾ ഒരു ഹാപ്പിനെസ് ചിലപ്പോൾ തോന്നും. അത് നമ്മുടെ ബ്രെയിൻ ഫങ്ഷനിങ്ങിൽ ഉണ്ടാവുന്ന ചില പ്രത്യേകതകൾ കൊണ്ടാണത്. അപ്പൊ ചിലപ്പോൾ ഹാപ്പിനെസ് തോന്നും. അപ്പൊ ചിലപ്പം അതിനെ ഒരു റിവാർഡ് ബിഹേവിയർ ആയിട്ട് കണക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഇത് ഉപയോഗിച്ചപ്പോൾ എനിക്ക് കുറച്ചൊരു ഹാപ്പിനെസ് കിട്ടി. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ബിഹേവിയർ കണ്ടിന്യൂ ചെയ്യാം എന്നുള്ളത് നമുക്ക് തന്നെ തോന്നുന്നു. അപ്പൊ അതിലേക്ക് വീണ്ടും റിപ്പീറ്റഡ് ആ ബിഹേവിയർ ചെയ്യുന്നു. അപ്പൊ ഒരു ബിഹേവിയർ ഡിപ്പെൻഡൻസിയിലേക്ക്, ഒരു ആൽക്കഹോൾ ഡിപ്പെൻഡൻസിലേക്ക് അല്ലെങ്കിൽ ഒരു ഡ്രഗ് ഡിപ്പെൻഡൻസിലേക്ക് എത്തിച്ചേർന്ന് കഴിയുമ്പോൾ പിന്നെ അത് നിർത്താൻ പറ്റാണ്ട് വരും. എപ്പോഴും അത് ബോഡി ഡിമാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പം ഏതൊരു അഡിക്ഷൻ ആണെന്നുണ്ടെങ്കിലും നമ്മളുടെ ഒരു എന്താ ബോഡിയിൽ നടക്കുന്ന നമ്മളുടെ ബിഹേവിയറും അതെല്ലാം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ ഒരു കമ്മ്യൂണിക്കേഷനും ആ ഒരു മെസ്സേജ് കൊടുക്കുന്നതും അത് റെക്കോർഡ് ചെയ്യുന്നതിലൂടെയാണ് നമ്മുടെ എല്ലാ ബിഹേവിയറും വരുന്നത്. അപ്പം നമ്മൾ ഒരു കാര്യം ചെയ്തു, അതിനൊരു റിവാർഡ് കിട്ടിക്കഴിയുമ്പോൾ ആ ബിഹേവിയർ നമ്മൾ റിപ്പീറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെയാണ് ആ ഒരു ബിഹേവിയർ നമുക്ക് ഫോം ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വിശപ്പ് അനുഭവപ്പെടുന്നു, നമ്മളോട് നമുക്ക് വിശപ്പ് അനുഭവപ്പെടുന്നു എന്നുള്ള ഒരു മെസ്സേജ് നമ്മളുടെ ബ്രെയിനിൽ നിന്ന് കിട്ടുമ്പോൾ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയി. അപ്പൊ നമുക്ക് ആ ഒരു ബിഹേവിയർ നമ്മൾക്ക് റിപ്പീറ്റ് ചെയ്യപ്പെടും. റിവോർഡ് ചെയ്യുമ്പോൾ നമ്മൾ ആ ബിഹേവിയർ വീണ്ടും വീണ്ടും കാണുന്നു. അപ്പൊ നമുക്ക് വിശപ്പ് അനുഭവപ്പെടുമ്പോൾ തന്നെ നമുക്ക് ഭക്ഷണം കിട്ടുന്നു. അപ്പം അതിനൊരു റെയിൻഫോഴ്സ് ചെയ്യുന്ന ഒരു ബിഹേവിയറിലേക്ക് മാറുന്നു. അപ്പൊ അഡിക്ഷൻ ഉണ്ടാകുമ്പോൾ ഒരു സാധനം ഉപയോഗിച്ചു, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു ഗെയിം ആണ് കാണുന്നത്, അതല്ലെങ്കിൽ ഒരു റീലാണ് കാണുന്നതെങ്കിൽ ആ റീലിൽ കൂടെ നമുക്കൊരു കോമഡി റീൽ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം അനുഭവപ്പെടുന്നു. ആ സന്തോഷം ഉണ്ടാകുമ്പോൾ നെക്സ്റ്റ് വീണ്ടും നമ്മളുടെ ബ്രെയിൻ എന്താ ആവശ്യപ്പെടുന്നത്, അതേപോലത്തെ റീല് വീണ്ടും കാണാനായിട്ടായിരിക്കും നമ്മളോട് ആവശ്യപ്പെടുന്നത്. അപ്പൊ വീണ്ടും നമ്മൾ ആ ബിഹേവിയർ റിപ്പീറ്റ് ചെയ്യും. അപ്പൊ ഒരു കോമഡി റീല് കണ്ട് നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പൊ നമ്മൾ അതേപോലത്തെ വീണ്ടും അതേ കോമഡി വീണ്ടും അതേപോലത്തെ ഒരു റീല് നമ്മൾ വീണ്ടും കാണും. അപ്പൊ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ അതേപോലത്തെ കണ്ടുകൊണ്ടിരിക്കും തോറും നമുക്കൊരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മളുടെ ബ്രെയിനിൽ ഒരു ഡോപ്പമൈൻ പ്രൊഡക്ഷൻ വളരെ കൂടുതലായിട്ട് നടക്കും. അപ്പൊ ആ ഡോപ്പമൈൻ്റെ പ്രൊഡക്ഷൻ വളരെ കൂടുതലായി നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ആക്ടിവിറ്റി വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് നമ്മളുടെ ബ്രെയിൻ നമ്മളോട് തന്നെ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഫലമായിട്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും റീൽസ് കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ കുറച്ച് നാളൊരു റീൽ കണ്ടുകൊണ്ട് കഴിയുമ്പോഴത്തേക്കും നമുക്കത് മടുപ്പ് വരും. അപ്പൊ നമുക്കൊരു വേറൊരു തരത്തിലുള്ള കുറച്ചും കൂടി എക്സൈറ്റ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് വേറൊരു തരത്തിലുള്ള ഒരു റീലിലേക്കായിരിക്കും പോകുന്നത്. അപ്പൊ കുറച്ചും കൂടി വെറൈറ്റി ഉള്ള, കുറച്ചും കൂടി കണ്ടന്റ് ഉള്ള വേറൊരു റീലിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പം അതുപോലെ തന്നെയാണ് അഡിക്ഷൻ എന്ന് പറയുന്നത്. ആദ്യം ഒരു പക്ഷെ സിഗരറ്റ് ഉപയോഗിക്കുന്ന ഒരാള് അല്ലെങ്കിൽ ആൽക്കഹോൾ ഉപയോഗിക്കുന്ന ഒരാള്, അയാൾക്ക് കിട്ടുന്ന ഈ ഒരു റിവാർഡ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഹാപ്പിനെസ് ആയിരിക്കും. അപ്പൊ ഇതുപോലെ ഡോപ്പമൈൻ്റെ ഒക്കെ പ്രൊഡക്ഷൻ കൂടുന്ന സമയത്ത് അയാളുടെ ബ്രെയിൻ ആവശ്യപ്പെടുന്നു, എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് തോന്നുന്നുണ്ട്, എനിക്ക് നല്ല ഫീൽ തോന്നുന്നുണ്ട്, അപ്പോൾ എനിക്ക് കൂടുതൽ ആയിട്ട് ഇതുപോലത്തുള്ള സാധനങ്ങൾ എനിക്ക് വേണം എന്നുള്ളത് വരുമ്പോഴത്തേക്ക് ആ ഒരു മെസ്സേജ് കിട്ടുമ്പോൾ ആ വ്യക്തി കൂടുതൽ ഹാപ്പിനെസ് കിട്ടുന്നതിനുള്ള, കൂടുതൽ റിവാർഡ് കിട്ടുന്നതിനുള്ള മറ്റ് ഡ്രഗ്സിലേക്ക് പോകുന്നു. അപ്പോൾ മൾട്ടിപ്പിൾ ഡ്രഗ് യൂസേജ് ഉണ്ടാകുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കുമാണ് ഈ ഒരു അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അയാൾ എത്തിച്ചേരുന്നത്. അപ്പൊ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്ന് കഴിയുമ്പോഴത്തേക്കും അയാൾ കംപ്ലീറ്റ്ലി ഒരു ഡിപ്പെൻഡന്റ് ആയി കഴിയും. അയാൾക്ക് ഡ്രഗ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തും. ബോഡി അത് വീണ്ടും വീണ്ടും ഡിമാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മുടെ ബ്രെയിൻ അത് ഡിമാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും, എനിക്കത് വേണം, അത് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പോൾ. അപ്പൊ ആ ഒരു ക്രേവിങ് ഇല്ലാണ്ടാക്കാൻ വേണ്ടി വീണ്ടും ഇതാവും. ചില സമയങ്ങളിൽ ഇത് കിട്ടാതെ വരുമ്പോഴേക്കും അവർക്കുണ്ടാകുന്ന അസ്വസ്ഥതകളെയാണ് നമ്മൾ വിഡ്രോവൽ സിംറ്റംസ് എന്ന് പറയുന്നത്. അപ്പൊ വിഡ്രോവൽ സിംറ്റംസ് എന്ന് പറയുന്നത് വളരെ ഒരു മൈൽഡ് ലെവൽ ടു സിവിയർ ലെവലിലേക്ക് വരുന്നു. സിവിയർ ലെവലിലുള്ള വിഡ്രോവൽ സിംറ്റംസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് ദാറ്റ് ക്യാൻ ലീഡ്സ് ടു ഈവൻ ഡെത്ത് എന്നുള്ളത്. ഞാൻ മുൻപ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ ഡീഡിക്ഷൻ സെന്ററിലാണ് ഞാൻ എൻ്റെ കരിയർ ബിഗിനിങ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ സമയത്ത് ഡീഡിക്ഷൻ സെന്ററിൽ അന്നത്തെ കാലത്ത് ഈ ആകെ അവൈലബിൾ ആയിട്ടുള്ള ഡ്രഗ് എന്ന് പറയുന്നത് കഞ്ചാവൊക്കെ ആയിരുന്നു. ഇന്നത്തെ പോലെ ഹൈടെക് ഡ്രഗ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അന്ന് മൾട്ടിപ്പിൾ ഡ്രഗ്സ് എന്ന് പറയുന്നത് സിഗരറ്റ് ഉണ്ട്, ആൽക്കഹോൾ ഉണ്ട്, കഞ്ചാവ് ഉണ്ട്. ഇതെല്ലാം ഉപയോഗിച്ച് ഒരു പയ്യൻ 23 വയസ്സുള്ള പയ്യനാണ് വന്നത്.
അഡ്മിഷന്റെ സമയത്ത് വളരെയധികം വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടായിരുന്നു. എന്താണ്, ബോഡി മൂവ്മെന്റ്സ് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഫൈനലി അവർക്ക് ഉറങ്ങാനായിട്ടുള്ള മരുന്നെല്ലാം കൊടുത്തിട്ടൊന്നും ഉറങ്ങാനേ പറ്റുന്നില്ല. ലാസ്റ്റ് ഒരു വിഡ്രോവൽ സിംറ്റംസ് അത്രയും സിവിയറായി ഉറങ്ങാൻ പറ്റുന്നില്ല. ഹൈ ഡോസ് സ്ലീപ്പിംഗ് ഇഞ്ചക്ഷൻ ഒക്കെ കൊടുത്തെങ്കിലും അതൊന്നും ഏൽക്കുന്നില്ല. ബോഡി അവസാനം അത് ഫെയിലായതെല്ലാം റിജക്ട് ചെയ്തു. ഒരു രാവിലെ അഡ്മിറ്റ് ചെയ്ത ആ പേഷ്യന്റ് ഏതാണ്ട് ഒരു അർദ്ധരാത്രിയോടുകൂടി മരിച്ചുപോയി. അപ്പൊ അത്രയും സിവിയർ ആയിട്ടുള്ള വിഡ്രോവൽ സിംറ്റംസ് വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര മെഡിക്കൽ കോംപ്ലിക്കേഷൻസിലേക്ക് എത്തും എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു അഡിക്റ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ഒരു കൗൺസിലിങ്ങും അത്ര ഒന്നുമല്ല, അവർക്കൊരു ഇൻപേഷ്യൻ ട്രീറ്റ്മെന്റ് ആവശ്യമാണെന്നുള്ളത് നമ്മൾ പറയാനുള്ള കാരണം ഓരോ ഡ്രഗ്സിനും ഉണ്ടാക്കുന്ന വിഡ്രോവൽ സിംറ്റംസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ഓരോ ഡ്രഗ്സും ഒരു ബോഡിയിൽ ഉണ്ടാക്കുന്ന കോൺസിക്വൻസസ് എന്ന് പറയുന്നതും ഡിഫറെന്റ് ആണ്. ആൽക്കഹോൾ ഉണ്ടാക്കുന്ന ഒരു കോൺസിക്വൻസസ് അല്ല MDMA ഉണ്ടാക്കുന്നത്. അപ്പൊ ഓരോ ഡ്രഗ്സിനും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട്, അതിനകത്തുള്ള ഒരു റെസ്പോൺസും എല്ലാത്തിനകത്തും ഡിഫറെന്റ് ആണ്. അപ്പം അത് ഒരു ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റ് ആണ് ആവശ്യമുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു സൈക്കിൾ വരുന്നത്. ആദ്യം ഒരു ഇനീഷ്യൽ യൂസ് ഉണ്ടാകും, പിന്നെ ഒരു റെഗുലർ യൂസ് ഉണ്ടാകും. ആ റെഗുലർ യൂസ് പിന്നീട് ഡിപ്പെൻഡൻസിയിലേക്ക് പോകും. ഡിപ്പെൻഡൻസി ലീഡ്സ് ടു അഡിക്ഷൻ. അഡിക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ അത് എന്തിനോടാണ് അഡിക്റ്റ് ആയിട്ടുള്ളത് അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടാവും. ഇപ്പം ഫോൺ അഡിക്ഷൻ ഉള്ള കുട്ടികളെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഫോൺ കുറച്ച് സമയം അവരിൽ നിന്ന് മാറ്റി വെച്ചു കഴിഞ്ഞാൽ അവർ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും, ഭയങ്കര ഇറിറ്റബിൾ ആയിരിക്കും. ആ വീട്ടിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളൊന്നും ചെറുതൊന്നുമല്ല. അപ്പൊ ഇത് മാനേജ് ചെയ്യാൻ പറ്റാണ്ട് വരുമ്പോഴാണ് പാരന്റ്സ് അവർക്ക് വീണ്ടും തിരിച്ച് ഫോൺ കൊടുക്കുന്നത്. അപ്പൊ ഇത് തന്നെയാണ് നമ്മൾ ഡ്രഗ്സിലും കാണുന്നത്. അപ്പൊ നമ്മുടെ വീടുകളിൽ ഉണ്ടാവുന്ന ഈ ചെറിയ എക്സാമ്പിൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡ്രഗ്സ് ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എത്ര വലുതാണെന്നുള്ളത് നമുക്കറിയാൻ പറ്റും. നമ്മളിപ്പം MDMA യൂസ് ചെയ്യുന്ന ചില ക്ലയൻസിനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അവരോട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പല്ലിന്റെ പല പ്രശ്നങ്ങളുണ്ടാവും, ബ്ലീഡിങ് ഗംസ് ഉണ്ടാകും, ചിലരുടെ പല്ലുകൾ ചെറിയ പിള്ളേരായിരിക്കും, 10-25 വയസ്സ് പ്രായമൊക്കെ ഉള്ള കുട്ടികളായിരിക്കും, പല്ല് പൊഴിഞ്ഞു പോയിട്ടുണ്ടാകും. ഈ അടുത്ത് നമുക്ക് ഒരു കോള് വന്നത്, ഒരു പെൺകുട്ടിയാണ്, അതിന്റെ അച്ഛനാണ് വന്നത്, ഒരു ഹെൽപ്പ് ചോദിച്ചിട്ടാണ് വന്നത്. അപ്പൊ ആ കുട്ടിയുടെ 25 വയസ്സ് പ്രായമുള്ള കുട്ടി, വീട്ടില് ഭയങ്കര പ്രശ്നങ്ങളാണ്, വീട്ടില് ഒരുപാട് കൂട്ടുകെട്ടായിട്ട് ആൺകുട്ടികളെയും പെൺകുട്ടികളെയൊക്കെ കൊണ്ടുവരും, രാത്രിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകും, എപ്പോഴാ വരണേന്നൊന്നും അറിയാൻ പാടില്ല. പാവപ്പെട്ട ഒരു അച്ഛനും അമ്മയും, ഓട്ടോ ഓടിക്കുന്ന ഒരു അച്ഛൻ. ഈ പെൺകുട്ടീനെ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഫേസ് എല്ലാം തന്നെ വളരെയധികം വികൃതമായി പോയി, പല്ലൊക്കെ കൊഴിഞ്ഞു പോയി എന്നാണ് പറഞ്ഞത്. ഒരു വായുടെ അകത്തുള്ള ഒരു നല്ലൊരു ശതമാനം പല്ലും കൊഴിഞ്ഞു പോയി എന്നാ പറഞ്ഞത്. അപ്പം ഓരോ ഡ്രഗ് ഉണ്ടാക്കുന്ന ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറയുന്നത് വളരെ ഡിഫറെന്റ് ആണ്. പിന്നെ സിംറ്റംസ് എന്ന് പറയുന്നത് ചിലപ്പം നമുക്ക് പണ്ടത്തെ പോലെയൊന്നും പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാനായിട്ട് ചിലപ്പോൾ പറ്റില്ല. ഹൈടെക് ആയിട്ടുള്ള ഡ്രഗ്സിന്റെ ഒന്നും ചില ഡ്രഗ്സിനൊന്നും വിഡ്രോവൽ സിംറ്റംസ് ഇല്ല എന്നാണ് പറയുന്നത്. ചില ഡ്രഗ്സുകൾക്ക് വിഡ്രോവൽ സിംറ്റംസ് കാണിക്കാറില്ല എന്നാണ് പറഞ്ഞത്. ചില മെജോറിറ്റി ഡ്രഗ്സിനും ഉണ്ടാവാറുണ്ട്, പക്ഷെ ചിലതിനൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല എന്നാണ്. ഇപ്പം ഫിസിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കുട്ടികളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ചിലപ്പം ഫിസിക്കൽ ചേഞ്ചസ് പറയുന്നത് ചിലപ്പം അവരുടെ സ്ലീപ്പ് പാറ്റേണിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ടാകും. ചിലര് ഭയങ്കരമായിട്ട് ഉറങ്ങും, ചിലർക്ക് തീരെ ഉറക്കം ഉണ്ടാവില്ല, ഇതായിരിക്കും. ബോഡി ചിലർക്ക് ഭയങ്കരമായിട്ട് വെയിറ്റ് കുറയും. ചില ഡ്രഗ്സിന് കൂടുതൽ ഉണ്ടാകുന്ന ഇപ്പൊ കേൾക്കാവോ? ഹലോ, ഇപ്പൊ കേൾക്കാവോ? അപ്പം ചിലർക്ക് ഭക്ഷണം വെയിറ്റ് ഗെയിൻ ഉണ്ടാകും, ചിലർക്ക് വെയിറ്റ് ലോസ് ഉണ്ടാകും. ചിലരുടെ കണ്ണുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ റെഡ് ആയിട്ടും ബ്ലഡ് ഷോട്ട് ആയിട്ടുള്ള കണ്ണുകളായിരിക്കും, ചിലരുടെ ഉറക്കം തൂങ്ങിയുള്ള കണ്ണുകളായിരിക്കും,
ബ്ലീഡിങ് നോസ് ഉണ്ടാകും, റണ്ണിങ് ആൻഡ് ബ്ലീഡിങ് നോസ് ഉണ്ടാകും. പിന്നെന്താ, ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ചിലപ്പം പല പാടുകൾ ഉണ്ടാകും, സിറിഞ്ചിന്റെ ഒക്കെ പല പാടുകൾ ഉണ്ടാകും. ബോഡി ഓർഡറിൽ വ്യത്യാസം ഉണ്ടാകും ചിലരുടെ. അപ്പൊ ഇതൊക്കെയാണ് നോട്ടീസബിൾ ആയിട്ടുള്ള ഫിസിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ എന്താ, അവര് ആബ്സെന്റിസം, സ്കൂളിൽ റെഗുലർ ആയിരിക്കില്ല, പുതിയ ഫ്രണ്ട്സ് ആയിട്ടുള്ള കമ്പനിയൊക്കെ ഉണ്ടാകും, സ്ട്രേഞ്ച് ആയിട്ടുള്ള ആളുകളായിട്ടുള്ള കമ്പനി ഉണ്ടാവും. കുട്ടി എന്താ, ബിഹേവിയറൽ സിംറ്റംസ് ആണ് ഇതെല്ലാം. സ്ട്രേഞ്ച് ആയിട്ടുള്ള ആളുകളായിട്ടുള്ള കമ്പനി ഉണ്ടാകും. വീടിന്റെ അകത്ത്, മുറിക്കകത്ത് തന്നെയായിരിക്കും ചിലപ്പോൾ ഇതായിട്ട് ഇരിക്കുന്നത്. മുറിക്കകത്തേക്ക് ചിലപ്പോൾ അവര് അധികമാണ് ഫാമിലി മെമ്പേഴ്സിനൊന്നും ചിലപ്പോൾ കേറ്റില്ല. സിബ്ലിങ്സ് ആയിട്ടുള്ള ഒരു അടുപ്പമൊക്കെ കുറയാൻ തുടങ്ങും. പിന്നെന്താ, സീക്രട്ടീവ് ബിഹേവിയർ ഉണ്ടാകും. സാധനങ്ങളൊക്കെ ഒളിച്ചു വെക്കുക, ബാഗ് ഒന്നും പരിശോധിക്കാനായിട്ട്, ചിലപ്പോൾ ബാഗിൽ മുറിക്കകത്തേക്ക് വരുന്നതോ അവരുടെ സാധനങ്ങൾ എടുക്കുന്നതൊന്നും ഇഷ്ടപ്പെടില്ല. ഭയങ്കര ഇറിറ്റബിൾ ആയിട്ടുള്ള മൂഡായിരിക്കും, ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും, ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരും, അഗ്രസീവ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ പെട്ടെന്നായിരിക്കും കാണിക്കുന്നത്. പാരന്റ്സിനോടും ഒക്കെ ആയിട്ട് ചിലപ്പോൾ സാധനങ്ങൾ പെട്ടെന്ന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അഗ്രസീവായിട്ട് ബിഹേവ് ചെയ്യും, വയലൻസ് ഉണ്ടാകും ചിലപ്പോൾ. അങ്ങനെ ബിഹേവിയറൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടാകും. കൂടുതലും അവരുടെ ഒരു ലോകത്തേക്കായിരിക്കും ഇരിക്കുന്നതൊക്കെ. പിന്നെ ഒരു ഇതെല്ലാമാണ് ബിഹേവിയറൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. പിന്നെ എന്താ, ഇമോഷണൽ ചേഞ്ചസ്, ഈ മൂഡിലൊക്കെ ഉള്ള മാറ്റങ്ങൾ ഉണ്ടാകും. ചിലപ്പം ചില കുട്ടികളോട് നമ്മൾ സംസാരിച്ച് കഴിയുമ്പോൾ ചില പാരന്റ്സ് ആണ് നമ്മളെ വിളിക്കുന്നത്, വീട്ടിൽ കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. ചിലപ്പോൾ 15-16 വയസ്സുള്ള കുട്ടികളായിരിക്കും, പക്ഷെ അവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പാരന്റ്സ് പറയുന്നത്. അത്രയും അഗ്രസീവ് ആയിരിക്കും കുട്ടികൾ. അപ്പൊ പാരന്റ്സിന് കുട്ടികളുടെ ഒരു എന്താണ്, അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഡിമാൻഡ്സ് ഉണ്ടാവും. ഡിമാൻഡ് ഫോർ മണി ഉണ്ടാവും, അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള നീഡ്സ് ഉണ്ടാകും. ചിലപ്പോൾ രാത്രി ആയിരിക്കും അവർക്ക് പുറത്തു പോകണം എന്ന് പറയുന്നത്, അതിന് റെസ്ട്രിക്ഷൻ വെക്കുമ്പോൾ പ്രശ്നങ്ങളായിരിക്കും. ചിലപ്പോൾ ചില ഫ്രണ്ട്സ് ആയിട്ട് കൂട്ടുകൂടുമ്പോൾ അതിന് റെസ്ട്രിക്ഷൻസ് വെക്കുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് വയലൻസ് ഉണ്ടാക്കും. അപ്പൊ കുട്ടികളുടെ ഈ ആവശ്യങ്ങൾ, വയലൻസിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സൊസൈറ്റിനെ ഭയന്നിട്ട് കുട്ടികൾ പലപ്പോഴും കുട്ടികളുടെ ഇത്തരത്തിലുള്ള നിർബന്ധങ്ങളും ആശയങ്ങളും ഒക്കെ അവർ സാധിച്ചു കൊടുത്ത് കുറച്ച് കഴിയുമ്പോഴേക്കും ആയിരിക്കും ഇതൊന്നും തന്റെ കയ്യിൽ നിൽക്കുന്നില്ല എന്ന് മനസ്സിലാകുമ്പോഴായിരിക്കും ഇവരെ ഒരു ഹെൽപ്പിന് വേണ്ടി വിളിക്കുന്നത്. ചിലപ്പോൾ ആൺകുട്ടികളാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്രിമിനൽ ആക്ടിവിറ്റീസിൽ, 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ നമ്മൾ അങ്ങനെ വിളിക്കാൻ പാടില്ല. കോൺഫ്ലിക്ട് വിത്ത് ലോ ആയിട്ടുള്ള കുട്ടികൾ എന്നുള്ളതാണ് CCL കുട്ടികൾ, ചിൽഡ്രൻ വിത്ത് കോൺഫ്ലിക്ട് വിത്ത് ലോ എന്നുള്ളതാണ്. CCL എന്നാണ് അതിന് ഷോർട്ടായിട്ട് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ട് പോലീസ് വിളിക്കുമ്പോഴായിരിക്കും പാരന്റ്സ് ഇതിനെ കുറിച്ച് അറിയുന്നത്. അതുവരെ ഇവരെ കുട്ടികൾ പെട്ടെന്ന് ചേഞ്ചായി, അവന് ഭയങ്കര ദേഷ്യമാണ്, എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു സഡൻ ആയിട്ടുള്ള ചേഞ്ച് ബിഹേവിയറിൽ ഉണ്ടാകുന്നത് എന്നുള്ളത് അവര് ശ്രദ്ധിക്കാറില്ല. കൂട്ടുകൂടുന്നു, പഠിത്തത്തോടുള്ള താല്പര്യം കുറയുന്നു, അങ്ങനെയൊക്കെ വന്ന് പെട്ടെന്നൊരു ചേഞ്ച് വന്നു, പണ്ടത്തെ പോലെ അനുസരിക്കുന്നില്ല. അപ്പൊ കുട്ടികളെ ഭയന്നിട്ട് പാരന്റ്സ് പലപ്പോഴും ഇതിന്റെ യഥാർത്ഥ കാരണം അന്വേഷിക്കില്ല. അറിയുന്നത് പലപ്പോഴും ഇങ്ങനത്തെ ഉള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിൽ പെട്ട് കഴിയുമ്പോഴായിരിക്കും പാരന്റ്സ് ഇതേക്കുറിച്ചൊക്കെ അറിയുന്നതൊക്കെ. പെൺകുട്ടികളാണെങ്കിൽ പലപ്പോഴും കാരിയേഴ്സ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. ബോയ്സ് റിലേഷൻഷിപ്പിലൊക്കെ പെടുന്ന പെൺകുട്ടികൾ ചിലപ്പോൾ കാരിയേഴ്സ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട്സ് കൊടുക്കും ഇത്തരത്തിലുള്ളത്, ചിലപ്പോൾ ടെൻഷൻ മാറാനായിട്ട് എന്നുള്ളതായിരിക്കും. നമ്മൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ഭാഗത്തൊക്കെ ചില പെൺകുട്ടികളുടെ ഇടയിൽ ചില ടാബ്ലറ്റ്സ് അവർ കഴിക്കുന്നതായിട്ട് പറഞ്ഞിരുന്നു. കാരണം അവരോട് കുട്ടികൾ പറഞ്ഞത് ഈ ടാബ്ലറ്റ് കഴിച്ചാൽ നന്നായിട്ട് നിറം വെക്കും എന്നുള്ളതായിരുന്നു പറഞ്ഞത്. ഇതൊക്കെ ശരിയാണോ എന്നൊന്നും അറിയില്ല, പക്ഷെ അഡോളസന്റ് ഏജിൽ ഈ കോംപ്ലക്സ് ഒക്കെ ഇങ്ങനത്തെ ഉള്ള ഫീലിങ്സ് ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ കുട്ടികൾ ഇത് മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഇതെല്ലാം എടുത്ത് ഉപയോഗിക്കുകയൊക്കെ ചെയ്യും. ചിലപ്പം എന്താണ്, നല്ല ചില കുട്ടികൾ ഇപ്പൊ നമ്മുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, മൈൽഡ് ഡോസിലുള്ള MDMA ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ, പ്രൊഫഷണൽസിന്റെ ഇടയിലൊക്കെ MDMA യൂസേജ് വളരെയധികം കൂടുതലാണ്. അപ്പം നമ്മൾ ചില മെഡിക്കൽ സ്റ്റുഡൻസിന്റെ അടുത്തും എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ കുറെ കുട്ടികളെങ്കിലും അതൊക്കെ MDMA ഒക്കെ ഉപയോഗിക്കുന്ന കുട്ടികളാണ്. അപ്പൊ MDMA ഉപയോഗിക്കുമ്പോൾ ഇതിനകത്ത് അവർക്ക് ഉറക്കം ഉണ്ടാവില്ല, കുറെ അധികം സമയം ഉറക്കം പിടിച്ചു നിർത്താനായിട്ട് സാധിക്കും. അവർക്ക് ഉറങ്ങാനേ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ ഉറങ്ങാൻ പറ്റില്ല, അവർക്ക് പരീക്ഷയ്ക്കൊക്കെ നന്നായിട്ട് പഠിക്കാനായിട്ട് പറ്റും, ഉറങ്ങാതെ ഇരുന്ന് പഠിക്കാനൊക്കെ പറ്റും. അപ്പൊ മൈൽഡ് ഡോസിലൊക്കെ ഇത് എടുക്കുന്നവര് കുറെ അധികം ഉണ്ട് എന്നുള്ളതാണ് പ്രൊഫഷണൽ കോഴ്സിനൊക്കെ പഠിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. പക്ഷെ വൺസ് ഇതിന്റെ ഒരു ഹാങ് ഓവർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവര് ഭയങ്കര ഉറക്കമായിരിക്കും, 2-3 ദിവസത്തേക്ക് ഭയങ്കര ഉറക്കമായിരിക്കും എന്നുള്ളതാണ്.
നമ്മൾ ഈ അടുത്ത കാലത്തൊക്കെ ന്യൂസിലൊക്കെ വന്നിട്ടുള്ള ഇതിൽ നിന്ന് റിക്കവർ ചെയ്തിട്ടുള്ള ആളുകളുടെ ഒരു ഇന്റർവ്യൂ ഒക്കെ നമ്മൾ കണ്ടിരുന്നു. ഓരോ പയ്യന്മാരും ഒക്കെ സംസാരിക്കുന്ന കണ്ടു. ഉറങ്ങാൻ ചില സമയങ്ങളിൽ ഉറങ്ങാൻ പോലും സാധിക്കാറില്ല എന്നാണ്. ഉറക്കം അത്രയേറെ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പോലും ഉറങ്ങാനേ പറ്റാറില്ല എന്നുള്ളതാണ്. അപ്പം ഈ എന്താ സൈക്കോട്രോപിക് ആയിട്ടുള്ള ഡ്രഗ്സ് ഉണ്ടാക്കുന്ന ഫലങ്ങൾ എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ചിലർക്ക് ഹാലൂസിനേഷൻസ്, ഡെലൂഷൻസ് അതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ MDMA മറ്റ് ഹെറോയിനും ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് എന്താ ഹാലൂസിനേഷൻസ് ഉണ്ടാവുന്നുണ്ട്, ഡെലൂഷൻസ് ഉണ്ടാവുന്നുണ്ട്, മിഥ്യാബോധങ്ങൾ. ഇപ്പം ഹാലൂസിനേഷൻ, ഡെലൂഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് പറയേണ്ടതുണ്ട് എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ പറയാം ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കുന്ന സമയത്ത്. അപ്പൊ ഹാലൂസിനേഷൻസ് ഉണ്ടാവുന്നു, ഡെലൂഷൻസ് ഉണ്ടാവുന്നു. ചിലരുടെ സംസാരം തന്നെ, ഇപ്പൊ എനിക്ക് വന്നിട്ടുള്ള ഒരു ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫാമിലിയിലുള്ള അത് വരുന്നത് എന്താ, അവർക്ക് സംസാരിക്കുന്ന കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എന്താ പറയണേന്ന് അവർക്ക് തന്നെ അറിയില്ല. പറഞ്ഞു തുടങ്ങുന്നത് ഒരു കാര്യത്തിൽ നിന്നായിരിക്കും, അവസാനിപ്പിക്കുന്നത് മറ്റൊരു കാര്യത്തിലായിരിക്കും. അപ്പൊ ഭയങ്കര സ്ലേർഡ് ആയിട്ടുള്ള സ്പീച്ചാണ്, ഒട്ടും ക്ലാരിറ്റി ഉണ്ടാവില്ല, പറയുന്ന കാര്യങ്ങളിൽ ഒരു കണ്ടന്റ് ഉണ്ടാവില്ല, നമ്മൾ ചോദിക്കുന്നതിനുള്ള ഉത്തരമായിരിക്കില്ല അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ സ്പീച്ചിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇതെല്ലാമാണ് ബിഹേവിയറലായിട്ടും ഫിസിക്കലായിട്ടും ഇമോഷണലായിട്ടും ഒക്കെ ഉണ്ടാകുന്ന, ഹെൽത്തിലും ഒക്കെ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത്. അപ്പം റിസ്ക് ഫാക്ടേഴ്സിനെ കുറിച്ച് ഞാൻ ഫാമിലി പറഞ്ഞു, പിയർ പ്രഷർ പറഞ്ഞു, ക്യൂരിയോസിറ്റി പറഞ്ഞു, സോഷ്യോ എക്കണോമിക് സ്റ്റേറ്റ് അവൈലബിലിറ്റിയെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു. ഇതുണ്ടാക്കുന്ന ഒരു ഡാമേജ് എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും അധികം ഇത് ഡാമേജ് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനെ തന്നെയാണ്. നമുക്കറിയാം നമ്മുടെ ബ്രെയിനിന്റെ ഒരു ഫങ്ഷനിങ് കൊണ്ടാണ് നമുക്ക് സംസാരിക്കാൻ കഴിയുന്നതും, നമ്മൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ബിഹേവ് ചെയ്യാൻ കഴിയുന്നതും, നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റുന്നതും, ഡിസിഷൻ എടുക്കാൻ പറ്റുന്നതും, ഓരോ ഇമോഷൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നതും ഒക്കെ തന്നെ. അപ്പൊ ഈ ഒരു ഡ്രഗ്സ് എന്ന് പറയുന്ന ഏതൊരു അഡിക്ഷനാണ്, ഡ്രഗ്സ് മാത്രമല്ല, ഈവൻ അത് ഫോൺ അഡിക്ഷൻ ആണ് എങ്കിൽ പോലും ഇതെല്ലാം തന്നെ നമ്മളെ ബ്രെയിനെയാണ് ഏറ്റവും അധികം ഡാമേജ് ചെയ്യുന്നത്. ഇപ്പൊ ഫോൺ അഡിക്ഷൻ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അഡിക്ഷൻ അവരുടെ ഫോക്കസ് ഇല്ലാതെ ആക്കി കളയും. ഒരു കാര്യത്തിലുള്ള ഫോക്കസ്, ഒരു കോഗ്നിറ്റീവ് പ്രോസസ്സിനെ തന്നെ അത് മാറ്റിക്കളയും. അപ്പം അതേപോലെ തന്നെ ഡ്രഗ്സും അത് ഏറ്റവും അധികം ഡാമേജ് ചെയ്യുന്നത് നമ്മളുടെ ബ്രെയിനെ തന്നെയാണ്. ഏറ്റവും അധികം നമ്മളുടെ ഒരു പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിനെയാണ് ഏറ്റവും അധികം അത് ഡാമേജ് ചെയ്യുന്നത്. നമ്മുടെ ഒരു പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ് നമ്മുടെ കോഗ്നിറ്റീവ് പ്രോസസ്സിന്റെ ഒക്കെ ഒരു സ്ഥാനം എന്ന് പറയുന്നത്. നമുക്ക് ശരിയായ രീതിയിൽ ചിന്തിക്കാൻ കഴിയുന്നത്, ശരിയായ ഡിസിഷൻസ് എടുക്കാൻ കഴിയുന്നത്, കാര്യങ്ങളെ വേർതിരിച്ച് ശരിയും തെറ്റും വേർതിരിച്ചറിയാനും വിവേചന ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കാനും ഒക്കെ കഴിയുന്നത് നമ്മുടെ ഒരു ബ്രെയിനിന്റെ ഈ പ്രീഫ്രോണ്ടൽ ഭാഗത്തിന്റെ ഒരു പ്രവർത്തനം കൊണ്ടാണ്. അപ്പൊ ഇതിനെയായിരിക്കും ഏറ്റവും അധികം ഡാമേജ് സംഭവിക്കുന്നത്. അപ്പൊ ക്രമേണ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അഡിക്റ്റ് ആയിട്ട് മാറിയിട്ടുള്ള ഒരാൾക്ക് ശരിയായ രീതിയിൽ ചിന്തിക്കാൻ പറ്റില്ല, ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റില്ല, തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല, കൺഫ്യൂസ്ഡ് ആയിരിക്കും, തോട്ട്സിനെ അത് ബാധിക്കും, അവരുടെ ഒരു വിഷനെ ബാധിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ഹാലൂസിനേഷൻസും ഡെലൂഷൻസ് ഒക്കെ ഉണ്ടാവുന്നത്. എത്ര പറഞ്ഞു കഴിഞ്ഞാൽ അവർ അങ്ങനെ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു ബിലീഫിൽ തന്നെയായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മുടെ കോഗ്നിറ്റീവ് ആയിട്ടുള്ള പ്രോസസ്സിനെ എല്ലാം ഡാമേജ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ബ്രെയിനിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അമിഗ്ഡാല എന്ന് പറയുന്നത്. അത് നമ്മുടെ ഇമോഷണൽ റെഗുലേഷൻ ആണ് അതിന്റെ ഫങ്ഷനിങ് എന്ന് പറയുന്നത്. അപ്പൊ അമിഗ്ഡാല ഒരു അഡിക്റ്റ് ആയിട്ടുള്ള ഒരു ബ്രെയിനിൽ വളരെയധികം ആക്റ്റീവ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര അഗ്രസീവ് ആയിരിക്കും, ഭയങ്കര എന്താ എക്സൈറ്റഡ് ആയിട്ട്, എക്സൈറ്റ്മെന്റും അഗ്രഷനും ഒക്കെ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ ഈ വയലന്റ് ബിഹേവിയർ ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ബ്രെയിൻ എടുത്ത് നോക്കുമ്പോൾ അവരുടെ ഒരു ഇത് ചെയ്താല് അമിഗ്ഡാല ഭയങ്കര ഓവർ ആക്റ്റീവ് ആയിരുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പം ഈ ഒരു സമയത്ത് ഒരു അമിഗ്ഡാലയുടെ ഫങ്ഷനിങ് ഭയങ്കര സ്പീഡ്ലി ആയിട്ടായിരിക്കും നടക്കുന്നത്. ഒട്ടും കൺട്രോളിലായിരിക്കില്ല, ഇമോഷൻസിനെ ഒന്നും ഒട്ടും കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു ബ്രെയിൻ ഡിസീസ് ആണ് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. ഏറ്റവും അധികം ഡാമേജ് ചെയ്യുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ബ്രെയിൻ തന്നെയാണ്. അപ്പൊ നമുക്കറിയാം, ഒരിക്കലും ഒരു ഡാമേജ് ചെയ്ത ഒരു സാധനം പിന്നെ നമുക്കത് ഒരിക്കലും റിക്കവർ ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. അപ്പൊ നമ്മൾ ക്ലാസ്സിലൊക്കെ നമ്മൾ എക്സാമ്പിൾ കാണിക്കുമ്പോൾ നമ്മളൊരു പ്ലെയിൻ പേപ്പർ ചുരുട്ടിയിട്ട് നമ്മൾ നിവർത്താമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ പറയും അത് അയൺ ചെയ്ത് കഴിഞ്ഞാൽ നിവർത്താൻ പറ്റുന്നു.
പക്ഷെ നമ്മൾ നോക്കിയാൽ അറിയാൻ പറ്റും അതിലെ ചുളിവുകൾ എത്ര ഒരു ഹൈ എന്താണ് വോൾട്ടേജിലിട്ട് അയൺ ചെയ്ത് കഴിഞ്ഞാൽ അത് മാറ്റാനായിട്ട് പറ്റില്ല എന്നുള്ളത്. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മളുടെ ബ്രെയിൻ എന്ന് പറയുന്നതും. ഒരിക്കൽ അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഡാമേജ് ആയി കഴിഞ്ഞാൽ അതിന് ലോങ് ടേം ആയിട്ടുള്ള കോൺസിക്വൻസസ് ഉണ്ടാകും. പക്ഷെ എന്നാൽ തന്നെയും നമ്മൾ എത്രയും വേഗം അഡിക്ഷൻ ഒരാള് ഒരു റെഗുലർ യൂസിലേക്ക് പോകുന്നു, അയാൾ ഒരു ഡിപ്പെൻഡന്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അയാളെ തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള ശ്രമങ്ങൾ നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയാളെ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കും. നമ്മൾ ഇപ്പം ഞാനിപ്പോൾ ഡി അഡിക്ഷൻ സെന്ററിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളായത് കൊണ്ടും എനിക്ക് ഞാൻ അഡിക്ഷൻ ഉള്ള ഒരുപാട് കുട്ടികളെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരിക്കൽ അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളെ രക്ഷപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെയധികം ഒരു ഭയങ്കര ഒരു ഹിമാലയൻ ടാസ്ക് തന്നെയാണത്. അപ്പൊ എനിക്ക് ഞാനൊരു ഒരു 10 വർഷങ്ങൾക്ക് മുൻപ് 10-12 വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ഒരു കുട്ടിയുണ്ട്. അന്ന് ആ കുട്ടി ഫസ്റ്റ് യൂസ് അത് തുടങ്ങുന്നത് ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്താണ്. അത് കഴിഞ്ഞ് അവൻ എൻ്റെ അടുത്ത് വരുന്ന സമയത്ത് അവൻ ഏകദേശം ഒരു 9th-ലോ 10th-ലോ ഒക്കെ പഠിക്കുന്ന സമയത്താണ്. അപ്പൊ അന്ന് അവർ കഞ്ചാവ് ഉപയോഗിക്കും. എല്ലാ ദിവസവും സ്കൂളിൽ വരുന്നതിന് മുമ്പ്, ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ് ഒരു എന്താ ഗ്രൗണ്ടിന്റെ ഏതെങ്കിലും ഒരു കോർണറിൽ പോയിട്ട് ഇത് വലിക്കും, എന്നിട്ട് ക്ലാസ്സിൽ ചെന്നിരിക്കും. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് നിങ്ങൾക്കിത്, എന്താണ് നിങ്ങൾക്ക് ഇത് കൊണ്ട് കിട്ടുന്ന ഒരു അനുഭവം എന്താണെന്നുള്ളത്. അപ്പൊ അവർ പറയും, ഇങ്ങനെ ഒരു ബ്ലേഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ടീച്ചർ അവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ടാകും, ഞങ്ങൾക്ക് ടീച്ചറിനെ കാണാനേ പറ്റില്ല, ആകെ ഒരു ബ്ലേഡ് ആയിട്ടുള്ള ഒരു വിഷനാണ് അപ്പൊ ഉണ്ടാവുന്നത്. അപ്പൊ അത് ക്രമേണ ഇവര് ഇതായി. അവന്റെ വീട്ടിലെ അമ്മ അത് കണ്ടുപിടിച്ചു. അവനെ ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റ് കൊണ്ടുപോയി. ലാപ്സായി. വീണ്ടും ഒരു കുറച്ചു കാലം കഴിഞ്ഞ് വീണ്ടും ട്രീറ്റ്മെന്റിന് കൊണ്ടുപോയി. വീണ്ടും റിലാക്സായി. അങ്ങനെ ഒരു 3-4 തവണയാണ് അവൻ അത് ട്രീറ്റ്മെന്റ് പോയത്. ഫൈനൽ ട്രീറ്റ്മെന്റിൽ അവൻ തന്നെ നിശ്ചയിച്ച അത്രയും വിൽ പവറോടുകൂടി വേണമെന്ന് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് അവൻ ആ ട്രീറ്റ്മെന്റിനോട് കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് അവൻ രക്ഷപ്പെട്ടു വന്നത്. ഇന്ന് നല്ല മിടുക്കനായിട്ടുള്ള ഒരു പയ്യനായിട്ട് അവൻ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുകയാണ് ഇന്ന്. അപ്പൊ കുട്ടിയെ കാണുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഡോക്ടറാണ് എൻ്റെ അടുത്ത് അത് എനിക്ക് ഒരു സഹായത്തോടു കൂടി എന്താ ഇവനെ ഏതെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് വീട്ടിൽ ഒരു ഗ്യാങ്ങിനെ ഏതെങ്കിലും രീതിയിൽ പിടിക്കാൻ പറ്റുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർ എൻ്റെ അടുത്തേക്ക് വിട്ടത്. പക്ഷെ അന്ന് നമ്മൾ ഈ അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പേടിയായിരിക്കും അവരുടെ ഗ്യാങ്ങിനെ കുറിച്ച് പറയാനും ഒക്കെ ആയിട്ട്. അന്നത്തെ കാലത്ത് വളരെ പേടിയായിരുന്നു. അന്ന് എത്രയും സോഷ്യൽ മീഡിയയും ഇതൊന്നും അത്രയും അധികം സജീവമല്ല. പോലീസും എത്രയധികം ആക്റ്റീവായിട്ട് ഇങ്ങനെ അവയർനെസ് പ്രോഗ്രാമുകളായിട്ട് ഇത്രയധികം ഇൻവോൾവ്മെന്റോട് കൂടിയൊന്നും അന്നത്തെ കാലത്തൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇന്ന് പക്ഷെ കാലഘട്ടം മാറി. നമുക്ക് ഇന്ന് പല ആപ്പുകളുണ്ട്. പെട്ടെന്ന് അങ്ങനെയുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ തന്നെയും നമുക്ക് പോലീസിന് ഹാൻഡ് ഓവർ ചെയ്യാനായിട്ടുള്ള നമ്പറുകളുണ്ട്. അപ്പം പോലീസും കുറെ അധികം ജാഗ്രതയോടുകൂടി തന്നെയാണ് ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഇത്രയും വിപത്തുകളെ കുറിച്ചൊക്കെ മനസ്സിലാക്കുകയും അതിൽ ഇടപെടുകയൊക്കെ ചെയ്യുന്നു. കുറെ കൂടി നമുക്ക് ആത്മവിശ്വാസം ഇത്രയും അതൊന്നും സാധിച്ചിരുന്നില്ല. അന്ന് പേടിയായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു കുട്ടിയാണ്. അതുപോലെ തന്നെ ഇപ്പം എൻ്റെ മകന്റെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു. അവരും ഇതുപോലെ തന്നെ നല്ല മിടുക്കനായി പഠിച്ചൊരു ആൺകുട്ടിയാണ്. പക്ഷെ ക്ലാസ്സിൽ പെട്ടെന്ന് ഒരു ദിവസം എഴുന്നേറ്റ് നിന്ന് ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു ബിഹേവിയർ കാണിച്ചു. സംശയങ്ങൾ ചോദിച്ചു. സാറിനോട് പറഞ്ഞു, സാറ് പഠിപ്പിക്കണൊക്കെ തെറ്റാണ്, ഇങ്ങനെയൊന്നുമല്ല പഠിപ്പിക്കേണ്ടത്, സാറ് പഠിപ്പിക്കുന്നതൊക്കെ തെറ്റാണ് എന്നെല്ലാം പറഞ്ഞു. കുറച്ച് ഒരു ബിഹേവിയർ ഒക്കെ കാണിച്ചു. അങ്ങനെ എല്ലാവരും നോട്ടീസ് ചെയ്തു. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് അവൻ എല്ലാ ഡ്രഗ്സും ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. കഞ്ചാവൊന്നും അല്ല, MDMA ഉപയോഗിച്ചിട്ടുണ്ട്, LSD ഉപയോഗിച്ചിട്ടുണ്ട്, എല്ലാ തരത്തിലുള്ള സൈക്കോട്രോപിക് ഡ്രഗ്സും അവന് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാല് അന്നത്തെ ആ ഒരു കാലിബർ ഒന്നും ആ കുട്ടിക്ക് ഇന്നില്ല. അത്രയും നന്നായി പഠിച്ച് ഒരു കുടുംബത്തിന്റെ ഏക പ്രതീക്ഷയായിട്ട് വന്നൊരു ആൺകുട്ടിയായിരുന്നു. അന്ന് അവനിപ്പോ അതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്തു. ഇതുപോലെ തന്നെ 2-3 പ്രാവശ്യം ട്രീറ്റ്മെന്റ് ഒക്കെ പോയി റിക്കവർ ചെയ്ത് അവൻ തിരിച്ചു വന്നു. പക്ഷെ തിരിച്ചു വന്നെങ്കിലും അന്നത്തെ പോലത്തെ ഒരു പെർഫോമൻസ് അവൻ ഇന്ന് കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇവരെ രക്ഷപ്പെടുത്തി എടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ മുൻപ് എങ്ങനെയാണോ ബ്രെയിൻ ഫങ്ഷൻ ചെയ്തിരുന്നത് അതേപോലെ പിന്നീട് അവർക്ക് ഫങ്ഷൻ ചെയ്യാനായിട്ട് ഒരു ലോങ് ടേം ആയിട്ടുള്ള കോൺസിക്വൻസസ് ഒക്കെ അതിനകത്ത് ഉണ്ടാകും. അപ്പം അതുകൊണ്ട് തന്നെ പ്രിവെൻഷൻ തന്നെയാണ് ഏറ്റവും ഒരു ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന പോലെ തന്നെ
പ്രിവെന്റീവ് മെത്തേഡ്സ് ആണ് നമ്മൾ ഏറ്റവും അധികം എന്താ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. അപ്പൊ നമ്മൾ റിസ്ക് ഫാക്ടേഴ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രിവെന്റീവ് മെത്തേഡ്സിൽ പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ ഫാമിലി ബോണ്ട് സ്ട്രെങ്തൻ ചെയ്യുക, പിയർ ഗ്രൂപ്പിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, പിയർ ഗ്രൂപ്പ് പ്രഷറിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളത്, കുട്ടികളോട് ഒരു ലൈഫ് സ്കിൽസ് ട്രെയിനിങ് കൊടുക്കുക, അവർക്ക് ലൈഫ് സ്കില്ലുകളെ ഡെവലപ്പ് ചെയ്തെടുക്കാം. പിന്നെന്താ, കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ് പ്രോഗ്രാംസ് ഒക്കെ അറേഞ്ച് ചെയ്യാം. ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു മീനിങ് ഫുൾ ആയിട്ടും ഒരു ഹെൽത്തി ആയിട്ടുള്ള ആക്ടിവിറ്റീസിലൊക്കെ കുട്ടികളും യൂത്തുമായിട്ടുള്ള ആൾക്കാർ എൻഗേജ്ഡ് ആവുക. ഇപ്പൊ നിങ്ങളെ പോലുള്ള വോളണ്ടിയേഴ്സ് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ അത്തരം കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റോട് കൂടിയിട്ടുള്ള പ്രോഗ്രാംസും ഒക്കെ ഇങ്ങനെ ആസൂത്രണം ചെയ്തു കഴിഞ്ഞാൽ കുട്ടികളെല്ലാം തന്നെ ഇത്തരത്തിൽ വൾണറബിൾ ആയിട്ടുള്ള കുട്ടികളെല്ലാം തന്നെ നമ്മൾ നോട്ടീസ് ചെയ്തിട്ട് അവരെ ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ് പ്രോഗ്രാമുകളിലേക്കൊക്കെ കൊണ്ടുവരികയും കുറെ കൂടി സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള കുട്ടികളെ നമ്മൾ വളർത്തിക്കൊണ്ടുവരികയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇവരെ ഇതിൽ നിന്നൊക്കെ ഇങ്ങനെ ഒരു എന്താ ടെൻഡൻസിയിലേക്ക് പോകുന്നതിൽ നിന്ന് അവരെ നമുക്ക് രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കും. അതുപോലെ ഇപ്പം നമ്മള് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്റെയൊക്കെ ചെറുപ്പത്തിലൊക്കെ നമ്മളെ പോലുള്ള ആളുകളുടെയൊക്കെ ചെറുപ്പത്തിലൊക്കെ ക്ലബ്ബുകളൊക്കെ വളരെ ആക്റ്റീവായിരുന്നു. ഇപ്പൊ നാട്ടുപുറങ്ങളിലായാലും ഒക്കെ ക്ലബ്ബുകളൊക്കെ വളരെ ആക്റ്റീവായിരുന്നു, യൂത്ത് ക്ലബ്ബുകളൊക്കെ. അപ്പൊ ഈ ക്ലബ്ബുകളിൽ കൂടിയൊക്കെ സ്പോർട്സ്, ഫുട്ബോള്, എന്താ ക്രിക്കറ്റ്, വോളിബോള്, അങ്ങനെയുള്ള ഒരു ഫിസിക്കൽ എനർജീനെ, അപ്പം കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് ഒരു ഫിസിക്കൽ എനർജി അതിനെ കൺവേർട്ട് ചെയ്ത് ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഇതിലേക്ക് മാറ്റുകയാണെങ്കിൽ കുറേയും കൂടിയൊക്കെ ഒരു ഹെൽത്തി കൺസ്ട്രക്റ്റീവ് ബിഹേവിയറിലേക്ക് അതിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പൊ അവരെ സംബന്ധിച്ചുള്ള അവർ ഭയങ്കര ആക്റ്റീവാണ്. അപ്പൊ ആക്റ്റീവായിട്ട് ഇരിക്കുന്ന ആക്ടിവിറ്റീസ് കൂടുതലുള്ള കാര്യങ്ങളിലേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുടെ ഹൈപ്പർ ആക്ടിവിറ്റീനെ നമുക്ക് കുറെ കഴിയുമ്പോഴത്തേക്കും അവർ ഫിസിക്കലി ടയേർഡ് ആയി കഴിയുമ്പോൾ, ഫിസിക്കൽ ആക്ടിവിറ്റി കൂടുതൽ കൊടുത്തു കഴിയുമ്പോൾ അവർ ടയേർഡ് ആവും. അപ്പൊ അങ്ങനെയാണ് അവരെ ട്രെയിൻ ചെയ്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളുണ്ട് എന്നുണ്ടെങ്കിൽ, വീട്ടിൽ പ്രശ്നങ്ങളുള്ള കുട്ടികളുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള റിസ്കി ബിഹേവിയേഴ്സ് കാണിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഇവരെയൊക്കെ നമുക്ക് ഗ്രൂപ്പായി കൊണ്ടുവന്നിട്ട് എന്താ ഒരു കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ് പ്രോഗ്രാംസ്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനെ ഫോക്കസ് ചെയ്ത് അങ്ങനത്തെ കുറെ ആക്ടിവിറ്റീസ് ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളിലേക്ക് നമുക്ക് അവരെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുപോലെ ഇപ്പൊ ഹെൽത്തി ആയിട്ടുള്ള കോപ്പിംഗ് സ്കിൽസ് അവരെ പഠിപ്പിക്കുക. ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ, ഒരു ഫെയിലർ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ എങ്ങനെ നമുക്ക് പോസിറ്റീവായിട്ട് മാറ്റിയെടുക്കണം, എങ്ങനെ പോസിറ്റീവായിട്ട് അതിനെ നമുക്ക് കോപ്പ് ചെയ്യാനായിട്ട് സാധിക്കണം, ഒരു എന്താ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെ നമുക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും, ഒരു പ്രോപ്പർ ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ സാധിക്കുക. ഇതെല്ലാം തന്നെ വളരെ ചെറുപ്പത്തിലെ തന്നെ നമ്മൾ അവരെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രമാണ് നമുക്ക് ഒരു എന്താ ഹെൽത്തി അഡോളസെന്റ് കുട്ടിയിലേക്ക് നമുക്ക് അവരെ നയിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം ആസ് എ ഒരു യൂത്ത് എന്ന് പറഞ്ഞാലും, ആസ് എ വോളണ്ടിയർ എന്ന് പറയുമ്പോഴും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ കമ്മ്യൂണിറ്റി, നമ്മൾ ജീവിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ നമ്മൾ നമ്മളുടെ ആളുകളെ കൂടുതലായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യുക. പാരന്റ്സ്, അവരെ കുട്ടികളുടെ പാരന്റ്സിനെ ആയാലും എന്താ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടാണെങ്കിലും പല ആളുകളിലായിട്ടും അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക. അവയർനെസ് എന്താണ് എന്നുള്ളതും, ഡ്രഗ്സിനെ കുറിച്ചുള്ള അവയർനെസ്സും, അത് എങ്ങനെയാണ് ഹെൽത്തിനെ ബാധിക്കുന്നത് എന്നുള്ളതും, എങ്ങനെയാണ് റിലേഷൻഷിപ്സിനെ ബാധിക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യാം. നമ്മൾ തന്നെ ഒരു റോൾ മോഡലായിട്ട് മാറുക. എങ്ങനെയാണ് നമുക്ക് ഇതിന് ഒരു എന്താ ആളുകളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് അവരെ കൊണ്ടുവരാൻ സാധിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ തന്നെ ഒരു റോൾ മോഡലായിട്ട് മാറുകയൊക്കെ ചെയ്യാം. അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ കൂടുതലായിട്ട് നമ്മൾ ഓർഗനൈസ് ചെയ്യുക, എന്താ വർക്ക്ഷോപ്സുകൾ നടത്തുക, ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അഥവാ നമ്മൾ ആരെങ്കിലുമൊക്കെ നമ്മളുടെ ഈ ഒരു ഇതിനകത്ത് ആരെങ്കിലുമൊക്കെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ആരെങ്കിലും അങ്ങനത്തെ ഒരു വൾണറബിൾ ഒരു റിസ്കി ബിഹേവിയറിലേക്ക് ആരെങ്കിലും പോയിട്ടുണ്ട് എന്നതായിട്ട് നമുക്ക് സാധിക്കണം. അപ്പൊ അതാണ് നമ്മളൊരു വോളണ്ടിയർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം. അപ്പൊ അവരെ മെന്റർ ചെയ്യുക, ഇതിന്റെ കോംപ്ലിക്കേഷൻസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കി കൊടുക്കുക, നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മളൊരു സപ്പോർട്ട് സിസ്റ്റം ഇവിടെ ഉണ്ട്. ഇത് ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ മാറും. ഇതൊരു ബ്രെയിൻ ഡിസീസ് ആണ്. ഇത് നമ്മളുടെ ബ്രെയിനെ തന്നെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇൻ ഫ്യൂച്ചറിൽ നമുക്ക് ഇതൊരിക്കലും
ഒരിക്കൽ ഡാമേജ് ആയിട്ടുള്ള ആ പാർട്ടിനെ നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇങ്ങനെയുള്ള കുറേ അവയർനെസ്സുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയും പാരന്റിങ് എന്താണ് ഒരു ഇഫക്റ്റീവ് ഹെൽത്തി പാരന്റിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ കൂടുതലായിട്ട് അവയർനെസ് കൊടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു നല്ല തലമുറയെ വാർത്തെടുക്കുന്നതിനായിട്ട് നമുക്കൊരു നല്ല പങ്ക് വഹിക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. അപ്പൊ ഞാൻ വളരെ സ്പീഡിലാണ് പറഞ്ഞത്. എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. ഞാനത് നമ്മുടെ അനുവദിച്ച സമയം ഏകദേശം കഴിഞ്ഞു. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാനത് പറയാം. കുറച്ച് സ്പീഡിലായിരുന്നു ഞാനിങ്ങനെ ഓടിച്ചിട്ട് ഞാൻ തുടക്കം മുതലൊന്ന് ഓടിച്ചിട്ടങ്ങ് പറയായിരുന്നു. കാരണം ഒരു മണിക്കൂർ ഉള്ളത് കൊണ്ട് സ്പീഡ് പറഞ്ഞു പോയതാണ്. ആർക്കെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. മാം, നമ്മള് ഡി അഡിക്ഷൻ സെന്ററിൽ ആക്കുന്നവിടെ മാം പറഞ്ഞല്ലോ, അത് പൊതുവെ ഞാൻ കേട്ടിട്ടുണ്ട്. അഡിക്ഷനില് കുറച്ചു ദിവസം നിന്ന് അവരെ മൊത്തത്തിലൊന്ന് മാറ്റി അവര് വീണ്ടും ജീവിതത്തിലോട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാല് എഗെയിൻ അവര് സ്റ്റാർട്ട് ചെയ്യുന്ന കുറെ കേട്ടിട്ടുണ്ട്. അത് എത്രത്തോളം അത് യൂസ്ഫുൾ ആവും എന്നുള്ളതാണ് മാം. അതൊരു സംശയം എപ്പോഴും. അവര് നിർത്തിയിട്ട് തിരിച്ചു വന്നു കഴിയുമ്പോൾ, ട്രീറ്റ്മെന്റ് എടുത്ത് റിക്കവർ ചെയ്ത് തിരിച്ചു വരുമ്പോഴത്തെ കാര്യമാണോ ചോദിച്ചത്? അതെ മാം, കുറെ പേര് കേട്ടിട്ടുണ്ട്. ചിലര് നല്ല രീതിയിൽ ജീവിക്കുന്നവരുണ്ട്, ചിലവര് എഗെയിൻ കുറച്ച് ഇതായി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഇത് കാണുന്നുണ്ട്. ഒന്ന് ഫാമിലിയുടെ സപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം അത് ഒരു പ്രാവശ്യം ട്രീറ്റ്മെന്റ് എടുത്തിട്ട് വീണ്ടും അതിലേക്ക് പോകുന്ന ആളുകൾ കുറെ പേരുണ്ട്. അപ്പൊ ഫാമിലിയുടെ ഒരു സപ്പോർട്ടും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതിനകത്ത് ഒരു ഫാമിലിയുടെ മാത്രമല്ല, ഒരു സൊസൈറ്റിയുടെ സപ്പോർട്ടൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ സാധാരണയായിട്ട് ഒരു കുട്ടി അല്ലെങ്കിൽ ഒരാൾ ഡ്രഗ് അഡിക്റ്റ് ആണ് അല്ലെങ്കിൽ ഒരു ആൽക്കഹോളിക് ആണ് എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിന്റെ പൊതുവേ ഉള്ള ഒരു ടെൻഡൻസി എന്ന് പറയുന്നത് അയാളെ എല്ലായിടത്തും നിന്ന് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലേ? നമ്മളിപ്പോ ഒരു ആൽക്കഹോളിക് ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫംഗ്ഷനിലെല്ലാം, കുടുംബ ഫംഗ്ഷനുകളിലും ഒക്കെ വന്നു കഴിയുമ്പോൾ നമ്മളെല്ലാവരും സാധാരണ രീതിയിൽ അയാൾ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ അതുകൊണ്ട് അയാളെ വിളിക്കണ്ട, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ അയാളെ കൂടുതലായിട്ട് ഹാൻഡിൽ വിത്ത് കെയർ ആയിരിക്കും ചെയ്യുന്നത്. അപ്പൊ ക്രമേണ അയാൾക്ക് ഒരു നെഗ്ലക്ട് തോന്നും. ഞാനിവിടെ എല്ലാം അയാൾക്ക് ഒരു കോംപ്ലക്സ് വർക്കൗട്ട് ഒക്കെ ചെയ്യും. അപ്പൊ ചിലപ്പോൾ അത് നിർത്തി കഴിഞ്ഞു കഴിയുമ്പോഴും, അത് റിക്കവർ ചെയ്ത് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് അയാൾ തിരിച്ച് ജീവിതത്തിലേക്ക് വരാമെന്ന് വിചാരിക്കുമ്പോഴും വീണ്ടും അയാളെ ഹെർട്ട് ചെയ്യുന്നതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോയെന്നുണ്ടെങ്കിൽ അത് വീണ്ടും അതിനകത്തൊരു ചാൻസസ് കൂടുതലാണ് തിരിച്ചു പോകാനായിട്ട്. ഒന്ന്. രണ്ടാമത്, അയാൾക്ക് തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫോളോ അപ്പ് ആയിട്ടുള്ള കൗൺസിലിങ്ങും ഒരു സപ്പോർട്ട് ഗ്രൂപ്പിന്റെ ഒക്കെ ആവശ്യമുണ്ട്. അതൊക്കെ ഈ ട്രീറ്റ്മെന്റ്, ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന പ്രത്യേക ഒരു സെക്ഷനാണ്. ഒരു സാധാരണ രീതിയിൽ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്നതിനെക്കാട്ടിലും ഒക്കെ ഏറ്റവും നല്ലത് ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ, ഒരു സൈക്കാട്രിസ്റ്റിന്റെ ഒരു മേൽനോട്ടത്തിലുള്ള ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ പോകുമ്പോൾ അവിടെ റിക്കവർ ചെയ്ത് വന്നിട്ടുള്ള ആളുകളുടെയും റിലാക്സ് കഴിഞ്ഞ് ട്രീറ്റ്മെന്റ് എടുത്ത് സക്സസ് ആയി പോയിട്ടുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മകളുടെ ഫോളോ അപ്പുകൾ ഉണ്ടാകും. അപ്പൊ നിരന്തരമായിട്ടുള്ള ഫോളോ അപ്പിൽ കൂടെ മാത്രമാണ് അയാൾക്ക് ഒരു ഇതേപോലെ തന്നെ നിലനിന്ന് പോവാനായിട്ട് സാധിക്കുള്ളൂ. ലാപ്സ് ആവാണ്ടും ഒക്കെ നിലനിന്ന് പോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ട് മാത്രം കാരണം അയാൾ കമ്മ്യൂണിറ്റിയിലേക്ക് തിരിച്ചു വരുമ്പോൾ പലതരത്തിലുള്ള ചലഞ്ചസ് അയാൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. പിയർ ഗ്രൂപ്പ് ഇതേപോലെ അയാൾ ഒന്നിച്ചിരുന്ന് മദ്യപിച്ചതോ അല്ലെങ്കിൽ ഒന്നിച്ചിരുന്ന് ഡ്രഗ്സ് ഉപയോഗിച്ചിരുന്നതോ ആൾക്കാർ വീണ്ടും അയാളെ പ്രഷർ ചെയ്യുന്നുണ്ടാകും. അപ്പൊ ഇതിനെയൊക്കെ എങ്ങനെ നേരിടണം എന്നുള്ളതൊക്കെ തന്നെ ഈ ഒരു ട്രീറ്റ്മെന്റിൽ കൂടെ അയാൾക്ക് ആ സമയത്ത് ഉണ്ടാവുന്ന തെറാപ്പി മറ്റു കാര്യങ്ങളിൽ കൂടിയൊക്കെ അയാളെ അതൊക്കെ പഠിപ്പിച്ചെടുത്തിട്ടുണ്ടാകും, അത്തരം ചാലഞ്ചസുകൾ എങ്ങനെ നേരിടാം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഇതൊക്കെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിൽ കൂടെ മാത്രമാണ് അയാൾക്ക് അതിനെ റിക്കവർ ചെയ്ത് വരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു സാധാരണ രീതിയിൽ ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റ് ഒരു മിനിമം എന്ന് പറയുന്നത് 21 days ഒക്കെ ആയിരിക്കും. അപ്പോൾ വളരെയധികം അഡിക്ഷൻ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1 മാസമോ 2 മാസമോ ഒക്കെ എടുക്കുന്നിരിക്കും. പക്ഷെ ആ ഒരു വിൽ പവർ എന്ന് പറയുന്നത്, അത് അതിനോട് സഹകരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത്രയും വിൽ പവർ ഉള്ള ഒരാളെ മാത്രമാണ് നമുക്കതിനെ
പൂർണ്ണമായിട്ടും തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ആ വിൽ പവർ ഉണ്ടാകുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം ആരെങ്കിലും നിർബന്ധിച്ച് കൊണ്ടുപോകുക ഒക്കെ ചെയ്യുമ്പോൾ ഒക്കെ പലപ്പോഴും ചിലപ്പോൾ ട്രീറ്റ്മെന്റ് പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് പോരും, അല്ലെങ്കിൽ വീണ്ടും കുറച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും സ്റ്റാർട്ട് ചെയ്യും, ഇതൊക്കെ ഉണ്ടാകും. അപ്പൊ അത്രയേറെ വിൽ പവർ ഉണ്ടാകുക, അതിനെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള തെറാപ്പിയും ട്രീറ്റ്മെന്റിലൊക്കെ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. ക്ലിയർ ആയി ഓക്കെ വിജയ്? ഓക്കെ, ക്ലിയർ ആയിരുന്നു. ഇത് തന്നെയാണ് കാരണം കുറെ ഫാമിലീസിനുള്ള ഒരു പ്രശ്നം ഇതാണ്. കാരണം അത് നിർബന്ധിച്ചിട്ട്, ഒരുപക്ഷെ അങ്ങയുടെ താല്പര്യം ഇല്ലാതെ തന്നെ നിർബന്ധിച്ചിട്ട് അതെ. കൊണ്ടുപോകുന്ന ഫാമിലീസും ഉണ്ട് കുറെ പേര്. അപ്പൊ അതെ അവിടെ തന്നെ അതെ. തോന്നുന്നു ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടാവുന്നത്. അതുപോലെ അതിന് അഡിക്ഷനിൽ എപ്പോഴും ഒരാളുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് പോയില്ല. അതുകൊണ്ടാണ് നമ്മളെ അവയർനെസ് ഒരാളെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യാണ്. ഇപ്പൊ ചിലപ്പം അയാളുടെ ഹെൽത്തും എല്ലാം മോശമാവുന്ന ഒരു അവസ്ഥയിലായിരിക്കും ചിലപ്പോൾ അയാൾക്ക് നിർത്തണം എന്ന് തോന്നുന്നത്. ചിലപ്പോൾ ജീവിതം കൈവിട്ട് പോകുന്നു എന്ന് തോന്നുന്ന അവസ്ഥയിലായിരിക്കും ഒരു പക്ഷെ ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്യണം, ഒന്ന് രക്ഷപ്പെടണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാകുന്നു. ആ സമയത്ത് നമ്മൾ അയാളെ നിരുത്സാഹപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല. ആ സമയത്താണെങ്കിലും ഇനിയുള്ള ജീവിതമെങ്കിലും അയാൾക്ക് നന്നായി ജീവിക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ വളരെ ലേറ്റ് ആയി പോയിട്ടുണ്ടാകും, ചിലപ്പോൾ ഫാമിലി എല്ലാം നശിച്ചു പോയിട്ടുണ്ടാകും, ഹെൽത്ത് ഒരു മതം എല്ലാം പോയിട്ടുണ്ടാകും. പക്ഷെ ഇനിയുള്ള കാലമെങ്കിലും അയാൾക്ക് ഒരു അയാൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ജീവിതം കിട്ടാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലായിരിക്കും ചിലപ്പോൾ അവർക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവുന്നത്. ആ സമയത്ത് നമ്മളെല്ലാം പോയില്ലേ, ഇനി ചികിത്സിച്ചിട്ട് എന്താ കാര്യമുള്ളത് എന്ന് പറഞ്ഞ് ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. ഒരു ദിവസമാണെങ്കിലും അയാൾക്കൊരു നന്നായിട്ട് ജീവിക്കാൻ ഒരു ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഒരു സഹായകരമായി നിൽക്കുക എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു മാം. വേറെ ഹലോ മാം, ആർക്കെങ്കിലും എന്തെങ്കിലും അനുരാജാണ്. ചോദിക്കാനുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോളൂ. ഓക്കെ. നേരത്തെ പറഞ്ഞല്ലോ സോഷ്യൽ നോംസിന് എഗെയിൻസ്റ്റ് പോകുന്നവർ അഡിക്ഷനിലോട്ട് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ ഈ സോഷ്യൽ നോംസിന് എതിരെ നിൽക്കുന്ന ആൾക്കാർ എന്തുകൊണ്ടാണ് ഈ ഡ്രഗ് യൂസ് തേടുന്നത്, അത് പിന്നീട് അഡിക്ഷൻ ആകാൻ കാര്യം? അത് അവരുടെ ഒരു പേഴ്സണാലിറ്റി. പറഞ്ഞു. അല്ല, പല പെർട്ടിക്കുലർ ഗ്രൂപ്പ്സ് അഡിക്ഷനിലോട്ട് വരാനുള്ള ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചു. ഇപ്പൊ സോഷ്യൽ നോംസ് പറയുമ്പോഴത്തേക്കും അവർക്ക് ഇപ്പം എന്താ രാത്രി ഇന്ന സാധനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ക്ലാസ്സില് ഇപ്പൊ ചില റൂൾസ്, ഒരു കോളേജിനെ സംബന്ധിച്ചിട്ടാണെങ്കിലും ചില റൂൾസ് ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനെയൊക്കെ ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകുക എന്ന് പറയുന്നത് അയാളുടെ ഒരു പേഴ്സണാലിറ്റി ട്രെയ്റ്റ് ആണ്. ആ ഒരു പേഴ്സണാലിറ്റി ട്രെയ്റ്റ് ആണ്. അപ്പൊ ആ ഒരു കാര്യം മാത്രമായിരിക്കില്ല, എല്ലാത്തിനെയും ഒരു ടെൻഡൻസി അയാളുടെ ഒരു പേഴ്സണാലിറ്റി ട്രെയ്റ്റ് ആയിട്ട് മാറി വന്നിട്ടുണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അതിനകത്ത് ആ ഒരു ആന്റി സോഷ്യൽ ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും. ഇപ്പൊ പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ നമ്മൾക്ക് ദേഷ്യം വരുന്ന സമയത്ത് നമ്മുടെ ദേഷ്യത്തിനെ കൺട്രോൾ ചെയ്യും. പുറത്തൊരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ദേഷ്യത്തിനെ കൺട്രോൾ ചെയ്യും. പക്ഷെ ഈ ഒരു പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരാണെങ്കിൽ എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്താ, ചെറുപ്പം മുതലേ തന്നെ നമ്മൾ പുറത്ത് ആളുകളോട് നന്നായി പെരുമാറണം, ആളുകളോട് നമ്മൾ റെസ്പെക്ട് ചെയ്യണം, ആളുകൾക്ക് ചിലപ്പോൾ ദേഷ്യം വന്നാലും ചിലപ്പോൾ നമ്മൾ കുറച്ചും കൂടി കൺട്രോൾ ആയിട്ടുള്ള ബിഹേവിയർ കാണിക്കണം എന്നുള്ളതൊക്കെയാണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ ഇങ്ങനെ ഒരു ട്രെയ്റ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ പ്രകടിപ്പിക്കും, എനിക്ക് ദേഷ്യം വന്നാൽ എനിക്ക് അടിക്കണം തോന്നിയാൽ ഞാൻ അടിക്കും എന്നുള്ളതായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ആയിട്ടുള്ള സാധ്യതകൾ അവർക്ക് കുറച്ച് കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടുമ്പോൾ അത് തെറ്റാണ് എന്ന് അവർക്ക് തോന്നുന്നുണ്ടാവില്ല. അത് വീണ്ടും ഉപയോഗിക്കാനായിട്ടുള്ള അതൊരു കാര്യത്തിലേക്ക് അവർ പോകുന്നു. നമ്മൾ വിചാരിക്കുന്നത് ഇതൊക്കെ തെറ്റാണ്, ഇതൊക്കെ ഉപയോഗിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മളിൽ കുറെ പേരെങ്കിലും അതൊന്നും ഉപയോഗിക്കാതിരിക്കുന്നത്. വീട്ടുകാർ പറയുന്നു ഇത് ഉപയോഗിക്കാൻ പാടില്ല, ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. പക്ഷെ ഇങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ഉപയോഗിച്ചുകൊണ്ട് എന്താ കുഴപ്പം എന്ന് ചിന്തിക്കുന്നവരായിരിക്കും അത്. ഓക്കെ, മനസ്സിലായി.
ഓക്കെ. അപ്പോ ഇതിനകത്ത് ഇവര് പിയർ കമ്പനി തേടി പോകുന്നതായിരിക്കും നെഗ്ലിജൻസ് കിട്ടാൻ നേരത്തേക്ക്. സൊസൈറ്റി നോംസിനെതിരെ നിൽക്കാൻ നേരത്തേക്ക് അവർക്ക് നെഗ്ലക്ട് കിട്ടുമല്ലോ അതെ. സൊസൈറ്റിയിൽ നിന്ന്. അപ്പൊ അതുകൊണ്ട് അതെ. പിയർ കമ്പനി അതെ. തേടി പോകുന്നത് ആണോ ഈ അഡിക്ഷനിലോട്ട് അവസാനം ചെന്നെത്തുന്നത്? അത് ഒരു കാര്യം തന്നെയാണ്. കാരണം അവരുടെ ചിന്തകളുമായിട്ട് യോജിച്ച് നിൽക്കുന്ന ഒരു ഗ്രൂപ്പിലേക്കായിരിക്കുമല്ലോ അവർ ചെന്ന് ചേരുന്നത്. ഇപ്പം ഇവർക്ക് ഇങ്ങനെ ഇപ്പം വീട്ടില് ഒരു ഇങ്ങനെ എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരു കുട്ടീനെ സ്വാഭാവികമായിട്ട് വീട്ടുകാരെ എന്താ പറയുക, സാധാരണ രീതിയിൽ എപ്പോഴും അനുസരണയില്ലാത്തവൻ അല്ലെ, അങ്ങനെയൊക്കെയല്ലേ നമ്മൾ പറയുന്നത് സാധാരണ രീതിയിൽ. സാധാരണ എല്ലാ പാരന്റ്സും അങ്ങനെയൊക്കെ തന്നെ. അപ്പൊ അവന്റെ മനസ്സിൽ എന്താ, അവനൊരു ഒരു പ്രശ്നമാണ്, വീട്ടിലൊരു വലിയ പ്രശ്നക്കാരനാണ്. പക്ഷെ അതിലൊരു അണ്ടർലൈൻ ആയിട്ടുള്ളൊരു എന്തെങ്കിലും ഒരു റീസൺ കാണും. അവന്റെ അങ്ങനത്തെ ഒരു ബിഹേവിയറിന് എന്തെങ്കിലും ഒരു അണ്ടർലൈൻ ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ടാവും. ആ റീസൺ എന്താന്ന് ആ പാരന്റ്സ് കണ്ടുപിടിക്കുന്നതിന് പകരം ചിലപ്പോൾ അവനെ എപ്പോഴും കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നതായിരിക്കും. അപ്പൊ ആ ഒരു ഫീലിങ്സ് അവൻ ഡെവലപ്പ് ചെയ്ത് ചിലപ്പോൾ അവൻ അറ്റൻഷൻ സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂളിൽ ചെല്ലുമ്പോൾ അത്തരത്തിലുള്ള ബിഹേവിയർ ചിലപ്പോൾ കാണിക്കും. അറ്റൻഷൻ സീക്കിംഗ് ആയിട്ടുള്ള പല ബിഹേവിയറും ചിലപ്പോൾ കാണിക്കും. അപ്പൊ അവിടെയും അവനൊരു പ്രശ്നക്കാരനായിട്ടായിരിക്കും. അപ്പൊ ക്രമേണ എന്താ, അവന് ഈ പറഞ്ഞ നെഗ്ലക്റ്റും ഉണ്ടാക്കുന്ന ഒരു ലോ സെൽഫും ലോ കോൺഫിഡൻസും ഇൻഫീരിയർ ഫീലിങ്സ് എല്ലാരും കൂടെ കൂടിയിട്ടായിരിക്കും അവൻ അങ്ങനെയായി മാറുന്നത്. ആരും ഒരാളും ജനിക്കുമ്പോഴേ അങ്ങനെയായി തീരുന്നില്ലല്ലോ. സാഹചര്യങ്ങൾ കൊണ്ട് പലതരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് എൻവയോൺമെന്റലായിട്ടുള്ള പല ഫാക്ടേഴ്സും കൊണ്ട് ഒരാൾ അങ്ങനെയായി മാറുന്നതാണല്ലോ. ഓക്കെ അപ്പൊ മാം, അതുകൊണ്ട് താങ്ക് യു എന്താ, ഫോർ യുവർ. അവർക്ക് അവര് കൂടുതൽ ആക്സെപ്റ്റൻസ് കിട്ടുന്ന ഗ്രൂപ്പിലേക്ക്, അപ്പൊ അതേപോലുള്ള പല സിമിലർ ആയിട്ട് ആക്സെപ്റ്റൻസ് കിട്ടുന്നത്. അപ്പൊ അത്തരം ആ ഗ്രൂപ്പിലേക്ക് അവൻ അതിനകത്തേക്ക് ചേരും. അപ്പൊ പലപ്പോഴും എന്താ, ആ ഗ്രൂപ്പിൽ ചില നോംസ് ഉണ്ടാവും. അവർ വെള്ളം അടിക്കുന്നവരായിരിക്കും, അവർ സിഗരറ്റ് വലിക്കുന്നവരായിരിക്കും, അവരിപ്പോ എല്ലാത്തിനെയും ചലഞ്ച് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഒരെണ്ണം തല്ലടാന്ന് പറയുമ്പോ കയറി തല്ലാന്നുള്ള ഒരു ചിന്തയിലായിരിക്കും. അവർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യങ്ങൾ എന്ത് ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ തർക്കങ്ങൾ വരുമ്പോൾ, ഫ്രണ്ട്സിന്റെ ഇടയിൽ തർക്കങ്ങൾ വരുന്നു, അതിന് ഷെയർ ഇട്ടതിന് പൈസ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് തർക്കം ഉണ്ടാവുന്നു, അടിക്കുന്നു, ഇതൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ ഇതൊക്കെ അങ്ങനെയുള്ള ഗ്രൂപ്പിന്റെ ഇടയിലായിരിക്കും അവർക്ക് ആക്സെപ്റ്റൻസ് കിട്ടുന്നത്, അതിനകത്ത് പോകുന്നു. പിന്നീട് ക്രമേണ അതിനകത്ത് ഉണ്ടാകുന്ന മറ്റു പ്രശ്നങ്ങളൊക്കെ. ഓക്കെ മാം, അനുരാജിന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായി. ഓക്കെ. ഈ സന്ധ്യ ഒരു മാമിന് സെഷനില് ഒരു പ്രത്യേകം നന്ദി പറയുകയാണ്. വളരെ മനോഹരമായിട്ട്, ഒഫീഷ്യലായിട്ടുള്ള നന്ദി വേറെ ഉണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും ഓൺ ബിഹാഫ് ഓഫ് മൈ പേഴ്സണൽ ഇത് ഐ ഫീൽ വെരി ഹാപ്പി. കാരണം ഒത്തിരി നാളുകൾക്ക് ശേഷം സന്ധ്യ മാമിന്റെ ക്ലാസ് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. വളരെ നന്നായിട്ട്, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡോക്ടർ അനീഷ് സാറൊക്കെ ഈ സെഷൻ അറ്റൻഡ് ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് മാം ക്ലാസ് എടുത്തു, നന്നായിട്ട് ചെയ്തു. ഒത്തിരി സന്തോഷം ഞങ്ങളുടെ ഒപ്പം കൂടിയതിന് കേട്ടോ. താങ്ക് യു സോ മച്ച്.